പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അല്പം വൈകിയാണെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ മുഖാന്തരങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ചില ദിവസങ്ങളായി ആമേൻ ഇരുപ്പാൻ കർത്താവ് കൃപ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. തുടർന്നും ഏതാനും ദിവസങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടായിരിക്കുന്നു. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. പരസ്പരം ഓർത്ത് പ്രാർത്ഥിപ്പാൻ കർത്താവ് കൃപ ചെയ്യുന്നല്ലോ. അനേകരുടെ വിഷയങ്ങൾ ആമേൻ അനേകർ വിളിച്ച് പറയാറുണ്ട്. ആമേൻ. ആ വിഷയങ്ങൾക്കെല്ലാം തമ്മിൽ ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ കർത്താവ് കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രിയിലും കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനവുമായി ഈ ലൈവിൽ ആയിരിക്കാൻ കർത്താവ് എന്നെ സഹായിക്കുന്നത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഈ ലൈവിൽ ആയിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. വരും ദിവസങ്ങളിലും ഈ വീഡിയോ വീക്ഷിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ എല്ലാവിധ നന്മകളും നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് പകലിലും നമ്മെ ദൈവം അത്ഭുതകരമായി നടത്തി, അതിശയകരമായി നടത്തി. ദൈവത്തിന്റെ എല്ലാ സൂക്ഷിപ്പിനായി, ദൈവത്തിന്റെ എല്ലാ കരുതലിനായി നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഈ പകലും ദൈവം നമ്മെ അത്ഭുതകരമായി നടത്തിയ വിധങ്ങളെ ഓർത്ത് ആമേൻ എല്ലാ ആദരങ്ങളും ആമേൻ തുറന്ന് അല്പസമയം ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. ക്ഷാമകാലത്ത് ക്ഷേമത്തോടെ പരിപാലിക്കുന്ന ദൈവം ആമേൻ അവിടെവിടങ്ങളിൽ അനേകരെ കണ്ണുനീരിലും ദുഃഖത്തിലും നെടുവീർപ്പിലും പ്രതിസന്ധിയിലും ഒക്കെ ആയിരിക്കുമ്പോൾ സമാധാനത്തോടെ സന്തോഷത്തോടായിരിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മെ സഹായിക്കുന്നല്ലോ, ബലപ്പെടുത്തുന്നല്ലോ. അതെല്ലാം ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളെങ്ങനെ വാഴ്ത്തുന്നു, ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു. പിന്നെയും തിരുമുഖത്തേക്ക് നോക്കി അങ്ങയുടെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് കർത്താവ് ചെയ്ത നന്മകളെ ഓർത്ത് പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്ന ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലും അങ്ങയുടെ വചനത്തിന് ധ്യാനിപ്പാൻ, ചിന്തിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകണമേ. ബന്ധനമില്ലാത്ത ദൈവവചനത്തിന്റെ ആഴങ്ങൾ ഗ്രഹിപ്പാൻ തക്കവണ്ണം സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ. വചനം കേൾക്കുന്ന എല്ലാവരുടെ മേലും അങ്ങയുടെ ആത്മാവിനെ പകരണമേ. വേദനയോടെ, ഭാരത്തോടെ, നിരാശയോടെ, ആകുലതയോടെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് അവിടെ നിറയ്ക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോകരാജ്യങ്ങളിൽ വിശേഷ ഇന്ത്യ രാജ്യത്ത്, ഞങ്ങളായിരിക്കുന്ന ജില്ലയില്, ഞങ്ങളായിരിക്കുന്ന ദേശത്ത് കർത്താവേ, കൊറോണ നിമിത്തം, മഹാമാരി നിമിത്തം അനേകര് കർത്താവേ നെടുവേർപ്പിലും കണ്ണുനീരിലും ദുഃഖത്തിലും ഭാരത്തിലുമായിരിക്കുമ്പോൾ അവിടെങ്ങളിലായിരിക്കുന്ന അവിടുത്തെ മക്കളെ അങ്ങ് സൂക്ഷിക്കുന്ന, പരിപാലിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി, കരുണയ്ക്കായി ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. ഇന്ന് രാത്രി ഞങ്ങളെ ഒരുമിച്ച് അവിടുന്ന് അനുഗ്രഹിക്കണം. ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് അങ്ങയുടെ വചനം പ്രഘോഷിപ്പാൻ അടിയനെ ശക്തീകരിക്കണം. വചനം കേൾക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പാപികൾ മനം തിരിയുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, രോഗികൾ സൗഖ്യമാകുവാൻ ഉതകുന്ന ദൈവവചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി ഇന്ന് രാത്രിയിലോ വിശ്വാസത്തോടായിരിക്കുന്ന വചനം കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും അത് ദൈവശക്തിയായി, വിടുതലായി വെളിപ്പെടുവാൻ സ്വർഗമിടയാക്കാം. മഹത്വവും മാനവും പുകഴ്ച അവിടത്തേക്ക് അർപ്പിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സന്തോഷമുള്ളവർ ആ കരങ്ങളിൽ തട്ടി സന്തോഷത്തോടെ സ്തോത്രം ചെയ്ത് കർത്താവിന് മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ. തുതികളിമേ വസിക്കുന്ന സർവശക്തനായ ദൈവം അവന്റെ മുഴു സാന്നിധ്യവുമായി നമ്മുടെ നടുവില് ആമേൻ ഗുലാവിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഹല്ലേലൂയ നന്ദിയോടെ ഒരിക്കൽ കൂടെ ആ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താൽ ഹല്ലേലൂയ. എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം ഒരിക്കൽ കൂടെ ചൊല്ലുകയാണ്. നമുക്ക് ചേർന്ന് പാടി ഒരു പാട്ടിന്റെ ചരണങ്ങൾ പാടിയതിനു ശേഷം, കർത്താവിനെ ആരാധിച്ചതിന് ശേഷം കർത്താവ് നൽകിയ വചനം ഒരുമിച്ച് ചിന്തിച്ച് ധ്യാനിച്ച് ബലം പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. അനുഗ്രഹത്തിൻ ആദിപാദിയേ അനുഗ്രഹത്തേ ആദിപാദിയേ ആനന്ദ
കൃപ പേരും നദിയേ അനുദിനമേ പാദംഗതിയേ അടിയാനുദിൻ കൃപമതിയേ അനുദിനമേ പാദംഗതിയേ അടിയാനുദേ കൃപമതിയേ വാങ്ങിനകൾ വാങ്ങിടുരീ വലയുകയീ ഹൃദയം ആമേൻ വാങ്ങിനകൾ വന്നിടുരീ വലയുകയീ ഹൃദയം ആമേൻ വല്ലഭൻ നീ എന്നഭയം വന്നിടുന്നു നിന്നെ ഭയം ആമേൻ വല്ലഭൻ നീ എന്നഭയം വന്നിടുന്നു നിന്നെ ഭയം ആമേൻ അനുഗ്രഹത്തിൽ ആദിപാദി ആനന്ദ കൃപ പെരുന്നാദിയേ ആമേൻ അനുഗ്രഹത്തിൽ ആദിപാദിയേ ആമേൻ ആനന്ദ കൃപ പെരുന്നാദിയേ അനുദിനമേ പാദംഗതിയേ ഓ ആദിയാനുദിൻ കൃപമതിയേ ആമേൻ അനുദിനമേ പാദംഗതിയേ അടിയാനുദിൻ കൃപമതിയേ ആമേൻ തിരുകരങ്ങൾ കരുണമല്ല പൂജിക്കരുതാൻ പാദരുളിയ ആമേൻ തിരുകരങ്ങൾ കരുണമല്ല ചെയ്യാൻ പാദരുളിയാൻ കാച്ചെങ്കിൽ ആമേൻ കാച്ചലകൾ സ്നേഹത്തിൽ പ്രകാശനകൾ പൂമാച്ചെങ്കിൽ ആമേൻ കാച്ചലകൾ സ്നേഹത്തിൽ പ്രകാശനകൾ ആമേൻ അനുഗ്രഹത്തിൽ ആദിപാദിയേ ഓ ആനന്ദ കൃപ പെരുന്നാദിയേ ആമേൻ അനുഗ്രഹത്തിൽ ഓ ആദിപാദിയേ ആമേൻ ആനന്ദ കൃപ പെരുന്നാദിയേ. Praise the Lord. Hallelujah. സമയം ദീർഘമായതുകൊണ്ട് ആമേൻ ചുരുക്കമായി പാടി ആമേൻ നാം ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടെ ആ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. രാത്രി കർത്താവ് നമുക്ക് നൽകിയ ആമേൻ ദൈവവചന വേഗത്തിൽ അത് ധ്യാനിക്കുവാൻ ചിന്തിക്കുവാനായി സമയങ്ങൾ വേർതിരിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി ദൈവസ്ഥിതിയിലായിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് ദൈവം നമ്മെ നിറയ്ക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. ഇന്നത്തെ ആമേൻ ദൈവവചന ശുശ്രൂഷ ഒരു ചോദ്യത്തോടു കൂടെയാണ് ആരംഭിക്കുന്നത്. നിങ്ങൾക്ക് സ്വതന്ത്രനാകുവാൻ ആഗ്രഹമുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. സ്വതന്ത്രൻ ആകുക എന്ന് പറഞ്ഞാൽ ആമേൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആമേൻ മോചിതനാകുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ആമേൻ. ഒരു സ്വാതന്ത്ര്യം ആമേൻ കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ചിന്തിക്കാത്തത് ആരും തന്നെ ഇല്ലല്ലോ. ആമേൻ. ഈ ഒരു പ്രതികൂലത്തിനകത്ത് നിന്ന്, ഈ ഒരു പ്രതിസന്ധിക്കകത്ത് നിന്ന് ഹല്ലേലൂയ. വിശേഷാൽ ആമേൻ 3-4 മാസമായി ആമേൻ കൊറോണ മഹാമാരി എന്ന് പറയുന്ന ആമേൻ ഈ ബന്ധനത്തിനകത്ത് നിന്ന് ആമേൻ ഒന്ന് സ്വതന്ത്രരായാൽ കൊള്ളാമെന്ന് ചിന്തിക്കാത്ത ആരുണ്ട്? ഹല്ലേലൂയ. ലോകരാജ്യങ്ങളിൽ ആമേൻ എല്ലാവരും
ഒരുപോലെ ചിന്തിക്കുന്ന കാര്യമല്ലേ? ആമേൻ. ഇന്ന് രാത്രി ഈ ഒരു ചോദ്യത്തോടു കൂടെയാണ് ദൈവവചന ശുശ്രൂഷ ആരംഭിക്കുന്നത്. ഏതെങ്കിലും വിഷയത്തിൽ ആമേൻ ഒരു സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവർ, ഒരു വിടുതൽ ആഗ്രഹിക്കുന്നവർ, ഹല്ലേലൂയ, ഈ രോഗത്തിനകത്ത് നിന്ന്, ഈ കഷ്ടതയ്ക്കകത്ത് നിന്ന്, ഈ പ്രതികൂലത്തിനകത്ത് നിന്ന്, ഈ പ്രതിസന്ധിക്കകത്ത് നിന്ന്, ഹല്ലേലൂയ, ഈ കണ്ണുനീരിനകത്ത് നിന്ന്, ആമേൻ, ഈ കഷ്ടമുള്ള, ആമേൻ, ഈ വേദനയുള്ള, ഈ പരിഹാസമുള്ള, വഴിയുള്ള, ദുഷിയുള്ള, ഹല്ലേലൂയ, ഈ ലോകത്തിൽ നിന്ന്, ആമേൻ, ഈ കഷ്ട ജീവിതത്തിനകത്ത് നിന്ന്, ഹല്ലേലൂയ, ഒരു സ്വാതന്ത്ര്യം ആഗ്രഹിക്കാത്ത ആരാ? ആമേൻ. ഇല്ലാത്തത്. ഹല്ലേലൂയ. എല്ലാവരും ആഗ്രഹിക്കുന്നവരല്ലേ? ആമേൻ. ഇന്ന് രാത്രി വചന ചിന്തയ്ക്ക് ആധാരമായി യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 32-ാം വാക്യം പ്രാരംഭമായിട്ട് വായിക്കാം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 32-ാം വാക്യം. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ അനുഗമിച്ച ആമേൻ ഏവരോടും പറഞ്ഞ കാര്യമാണ്, സത്യം നിങ്ങൾ അറിയണം. സത്യം നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ സ്വതന്ത്രരാകും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ബന്ധിക്കപ്പെട്ടിരിക്കുന്ന സമസ്ത മേഖലകളിൽ നിന്ന് നമ്മെ സ്വതന്ത്രനാക്കുവാൻ കഴിയുന്ന ഒരേ ഒരുവൻ. ഹല്ലേലൂയ. ആമേൻ. അതെ, ഏദനിൽ സർവ സ്വാതന്ത്ര്യവും അനുഭവിക്കുവാൻ, ഹല്ലേലൂയ, ഉതകത്തക്ക വിധത്തിൽ ആക്കി വെച്ച കുടുംബത്തെ, ആമേൻ, അതെ, രോഗത്തിലും ദുഃഖത്തിലും, ആമേൻ, അതെ, നിരാശയിലും, ആമേൻ, അതെ, സങ്കടത്തിലും, ആമേൻ, ലജ്ജയിലും അപമാനത്തിലും ഒക്കെ ബന്ധിച്ച പാപം എന്ന് പറയുന്ന, ആമേൻ, ആ സ്വഭാവം, ആമേൻ, മനുഷ്യനകത്ത്, ആമേൻ, കുത്തിവെച്ച് പ്രലോഭനത്തിലൂടെ കുടുക്കി, ആമേൻ, അവന്റെ സർവ സ്വാതന്ത്ര്യവും, ആമേൻ, ഇല്ലാതാക്കി അവനെ, ആമേൻ, പിശാച് ഒടുക്കിയ, ആമേൻ, ആ കാലഘട്ടങ്ങളിൽ ആയിരുന്ന ജനത, ഹല്ലേലൂയ, കണ്ണുനീരിലും ദുഃഖത്തിലും ആയപ്പോൾ, ഹല്ലേലൂയ, ആ കണ്ണുനീരിനകത്ത് നിന്ന്, ആ വേദനയ്ക്കകത്ത് നിന്ന്, ആ പ്രതികൂലത്തിനകത്ത് നിന്ന്, ആ പ്രതിസന്ധിക്കകത്ത് നിന്ന് മനുഷ്യനെ സ്വതന്ത്രരാക്കുവാൻ, ഹല്ലേലൂയ, ആമേൻ, പിതാവായ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയപ്പാൻ തക്കവണ്ണം ഇടയായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ആ ക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശം, ആമേൻ, സത്യം, ഹല്ലേലൂയ, സത്യവേദ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന സത്യം, ആമേൻ, തിരിച്ചറിയുന്ന ഒരു ദൈവ പൈതൽ ആരുമായിക്കോട്ടെ, ഏതൊരു വ്യക്തിയും സ്വതന്ത്രനാകുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഇന്ന് രാത്രി സന്തോഷമുള്ളവർ ആ കരമടിച്ചൊന്ന് കർത്താവിന് മഹത്വം കൊടുത്താൽ, ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവവചനത്തിന്റെ ശ്രോതാവായി ഇന്ന് രാത്രി ഈ ലൈവിൽ ഇരിക്കുവാൻ ദൈവം അവസരം ഒരുക്കിയിരിക്കുന്നുവെങ്കിൽ, ഏതോ മേഖലയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ആ സാഹചര്യത്തിനകത്ത് നിന്ന് നിന്നെ പുറത്തെടുക്കുവാൻ, നിന്നെ സ്വതന്ത്രനാക്കുവാൻ ശക്തരായവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി നീ അനുഭവിക്കുവാൻ തക്കവണ്ണം ദൈവം ഒരു അവസരം നൽകുക. ഇന്ന് രാത്രി, ആമേൻ, ആ സാന്നിധ്യം അനുഭവിക്കുന്നവർ, അവർ അഭിമുഖീകരിക്കുന്ന ആ ബന്ധനത്തിനകത്ത് നിന്ന്, ആ പ്രതികൂലത്തിനകത്ത് നിന്ന് അവർ സ്വതന്ത്രരാകത്തക്ക വിധത്തിൽ വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി, അവൻ ഇന്ന് രാത്രിയിലും, അതെ, അവൻ പകരുവാൻ ശക്തരാണ്. ഹല്ലേലൂയ. നാം വായിച്ച കുറിവാക്യത്തിലേക്ക് മടങ്ങി വരുന്നതിന് മുമ്പ്, ആമേൻ, പ്രവേശിക്കുന്നതിന് മുമ്പ്, ആമേൻ, സത്യവേദ പുസ്തകത്തിലെ 1-ാമത്തെ പുസ്തകമായ, ആമേൻ, ഉൽപ്പത്തി പുസ്തകം അതിന്റെ 8-ാം അധ്യായം, ആമേൻ, 21-ാം വാക്യം ഒന്ന് വായിക്കാം. 8-ാം അധ്യായം എന്ന് കേൾക്കുമ്പോൾ, ഹല്ലേലൂയ, 6, 7, 8 അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ആമേൻ, കൃപ ലഭിച്ച നോഹയാണ്. ഹല്ലേലൂയ. വഷളത്വം പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ലൈംഗിക അരാജകത്വം കൊടികൊത്തി വാണുകൊണ്ടിരിക്കുന്ന, ആമേൻ, അനീതിയും അക്രമങ്ങളും, ആമേൻ, മനുഷ്യന് ബോധിച്ചതുപോലെ, ആമേൻ, തോന്നിയവരെ, ആമേൻ, സെലക്ട് ചെയ്ത്, ആമേൻ, ജീവിത പങ്കാളിയെ, ആമേൻ, അതെ, തെരഞ്ഞെടുത്തു കൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ജനിക്കുവാൻ, ജീവിക്കുവാൻ, അതെ, അവസരം ലഭിച്ച നോഹ ആ തലമുറയിൽ നീതിമാനായി ജീവിക്കുവാൻ തക്കവണ്ണം ഇടയായി. ആമേൻ. അതുകൊണ്ട് ദൈവത്തിന്റെ കൃപ അവന്
ലഭിച്ചു. ഇന്ന് രാത്രി ദൈവകൃപ പ്രാപിച്ച ദൈവത്തിന്റെ പൈതലെ, കൃപയുള്ളവൻ, ഹല്ലേലൂയ, നീതിമാന, ആമേൻ, കൃപയുള്ളവൻ, ആമേൻ, അതേ സമൂഹത്തോട് ഇഴകിച്ചേരാതെ വേറിട്ടവനായി ജീവിക്കുവാൻ തക്കവണ്ണം സമർപ്പിക്കപ്പെട്ടവനാ. അക്കാലത്ത് സമപ്രായത്തിലുള്ളവർ, ആമേൻ, കൂടെ പഠിച്ചവരും അതെ കൂടെ കളിച്ചവരും വഷളത്വം പ്രബലപ്പെട്ട ലോകത്തിൽ പാപത്തിന്റെ പുറകെ പോകുമ്പോൾ കൃപ ലഭിച്ച ലോക, ആമേൻ, ദൈവശബ്ദം കേട്ട ദൈവത്തിന്റെ വാക്കും ദൈവത്തിന്റെ പദ്ധതിയും തിരിച്ചറിഞ്ഞ ജീവിപ്പാൻ തക്കവണ്ണം ഇടയായി. ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവത്തിന്റെ പൈതലെ, ഇന്ന് രാത്രി ലൈവിൽ എന്നെ കേൾക്കുന്ന കൃപ ലഭിച്ചവർ, ആമേൻ, ഇന്ന് രാത്രി ലോകത്തിന്റെ മാലിന്യങ്ങൾക്ക്, ആമേൻ, ഒത്തവണ്ണം അത് ജീവിക്കുവാൻ തയ്യാറാകാതെ, ഹല്ലേലൂയ, കൃപ ലഭിച്ചവർ ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ ഇമ്പമേറിയ ദൈവശബ്ദം കേട്ട് ജീവിക്കുവാൻ സമർപ്പിക്കപ്പെട്ടവർ എവിടെയുണ്ടോ അവിടെ എത്ര വലിയ പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചാലും അതിന്റെ നടുവിൽ നീതിമാന് വിട്ടുകൊടുക്കുവാൻ തയ്യാറാകാതെ, നീതിമാന് വിട്ടുവെച്ച ആലോചന പറഞ്ഞു കൊടുക്കുന്ന ദൈവം, ആമേൻ, തന്നെയും തന്റെ കുടുംബത്തെയും രക്ഷിച്ച ദൈവം, ഇന്ന് രാത്രി അത് കൃപ ലഭിച്ച ദൈവവൈതലേ, നിന്നെയും അത് നിന്റെ കുടുംബത്തെയും രക്ഷിപ്പാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ആ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന നോഹ ദൈവത്തിന്റെ കൃപ പ്രാപിച്ച്, ആമേൻ, വേറിട്ട ഒരു ജീവിതത്തിന് ഉടമയായതുകൊണ്ട്, ഹല്ലേലൂയ, അന്ന്, ആമേൻ, പ്രളയത്തിനകത്ത് അകപ്പെട്ട് നശിച്ചു പോകുവാൻ ഇടയാകാതെ, ആമേൻ, പെട്ടകത്തിനകത്ത് സുരക്ഷിതമായി ജീവിക്കുവാൻ, ആമേൻ, നോഹയ്ക്കും തന്റെ കുടുംബത്തിനും തന്റെ മരുമക്കൾക്കും ദൈവം കൃപ കൊടുത്തു. ഹല്ലേലൂയ. ഇന്ന് രാത്രി കൃപയുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ആമേൻ, യഹോവ സൗരഭ്യ വാസന മണത്തപ്പോൾ, 8-ാം അധ്യായം 21-ാം വാക്യമാണ്. യഹോവ സൗരഭ്യ വാസന മണത്തപ്പോൾ, ഹല്ലേലൂയ, യഹോവ തന്റെ ഹൃദയത്തിൽ അരുളി ചെയ്തു, ആമേൻ, ഞാൻ മനുഷ്യന്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കുകയില്ല. മനുഷ്യന്റെ മനോനിരോധനം ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു. ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെയും ഇനി നശിപ്പിക്കുകയില്ല. ആമേൻ. അതെ, 8-ാം അധ്യായം 21-ാം വാക്യത്തിൽ യഹോവ സൗരഭ്യ വാസന മണത്തപ്പോൾ, ആമേൻ, എന്തിന്റെ സൗരഭ്യ വാസനയാണ്, ആമേൻ, യഹോവ മണക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ആമേൻ. 18, 19, 20 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അങ്ങനെ നോഹയും അവന്റെ പുത്രന്മാരും ഭാര്യമാരും പുത്രന്മാരുടെ ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പുറത്തിറങ്ങി. ആമേൻ. ലോക്ക്ഡൌൺ അല്ലെ, കൊറോണ, ആമേൻ, 19 മഹാമാരി സമ്പർക്കത്തിലൂടെ, ആമേൻ, കൊറോണ പകരുന്നത് കൊണ്ട് വീട്ടിനകത്തുനിന്ന് വെളിയിലിറങ്ങാതെ, ആമേൻ, അതെ, നമ്മുടെ രാജ്യം മുഴുവൻ ലോക്ക്ഡൌണിലായിരുന്നു അല്ലെ. ആമേൻ. അത് ഭാഗികമായി എടുത്തു മാറ്റിയപ്പോൾ, ആമേൻ, അതെ, കൊറോണ വ്യാപകമായി എന്ത് ചെയ്യാ, പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാ. മനുഷ്യൻ ഭയപ്പെട്ടിരിക്കുകയാ. ഭയപ്പെട്ട് എത്ര കാലം ഇരിക്കുവാൻ സാധിക്കും? ആമേൻ. അതെ, വെളിയിലിറങ്ങാൻ പറ്റാതെ, അതെ, പലരും വീട്ടിനകത്ത് ഇരുന്ന് മുഷിയാൻ തുടങ്ങി. പലരുടെയും, ആമേൻ, സാമ്പത്തിക ഭദ്രത, ആമേൻ, അതെ, വളരെ വല്ലാത്തൊരു അവസ്ഥയിലായി. അങ്ങനെ ആയിരിക്കുമ്പോൾ, ആമേൻ, വെളിയിലിറങ്ങാതെ കാര്യങ്ങൾ നടക്കത്തില്ല. നോക്കിക്കേ, 40 ദിവസം, ആമേൻ, അതെ, നോഹയും കുടുംബവും ലോക്ക്ഡൌണിൽ കഴിയുന്നത് പോലെ ജലപ്രളയത്തിൽ പെട്ടകം, ആമേൻ, അത് വെള്ളത്തിൽ പൊങ്ങിയപ്പോൾ ആ പെട്ടകത്തിനകത്ത് വെളിയിലിറങ്ങാതെ നോഹയുടെ ഭാര്യയും പുത്രന്മാരും പുത്രന്മാരുടെ ഭാര്യമാരും കൂടെയുള്ള ജീവജാലങ്ങളും ലോക്ക്ഡൌണിൽ, അല്ലെ, വൈറസ് ഇല്ലായിരുന്നു, പക്ഷെ വെളിയിലിറങ്ങിയ മുങ്ങിപ്പോകും. ആമേൻ. അതെ, പലരും അയ്യം വിളിക്കുകയാ, പലരും മുങ്ങിപ്പൊങ്ങുന്നത് കാണുകയാ. പക്ഷെ ഇതൊന്നും കാണുവാൻ അവർക്ക് അവസരമുണ്ടായില്ല. അവര് സുരക്ഷിതരായി, ആമേൻ, ആ പെട്ടകത്തിനകത്ത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കൃപ പ്രാപിച്ചവർ, ആമേൻ, കർത്താവിന്റെ കരങ്ങളിൽ സുരക്ഷിതരായി ജീവിക്കത്തക്ക വിധത്തിൽ ദൈവം കേൾപ്പിച്ച ആലോചന അനുസരിച്ച് പെട്ടകം പണിയുവാൻ അതെ തയ്യാറായ നോഹയും കുടുംബവും സുരക്ഷിതമായിരുന്നത് പോലെ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കൃപ പ്രാപിച്ച നീ, ആമേൻ, പലരും അയ്യം വിളിക്കുമ്പോൾ, പലരും തകർന്നു പോകുമ്പോൾ, പലരും ഭയപ്പെട്ടിരിക്കുമ്പോൾ ഭയം കൂടാതെ കണ്ട് സുരക്ഷിതമായി ജീവിക്കത്തക്ക വിധത്തിൽ കൃപ ലഭിച്ചൊരു ദൈവവൈതലിനെ സംരക്ഷിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിലും അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. ആമേൻ. അക്കാലത്ത് നോഹ കൃപ പ്രാപിച്ച് നീതിമാനായി
ദോഷം വിട്ടകലുന്നവനായി നിഷ്കളങ്കനായി ജീവിച്ചത് ആമേൻ നഷ്ടമായില്ലെന്ന് ആമേൻ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ പാപികളുടെ വഴിയിൽ നിൽക്കാതെ പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെ സമയം നഷ്ടമാക്കാതെ ദൈവം പറയുന്നത് കേട്ട് ദൈവം കൊടുത്ത പ്ലാനിനും പദ്ധതിക്കും അനുസരിച്ച് പെട്ടകം പണിയുവാൻ അതെ തയ്യാറായ നോഹ ആമേൻ പണിതുകൊണ്ടിരുന്നപ്പോൾ പലരും പലതും പറഞ്ഞിട്ടുണ്ടാകാം. എന്നാൽ ആ പറയുന്നതിന്റെ പുറകെ പോയി സമയം കളയാതെ അവനെ ആമേൻ അതെ കൃപ കൊടുത്ത ദൈവം ആമേൻ കൊടുത്ത കൃപയ്ക്കനുസരിച്ച് പണിത പെട്ടകം പൂർത്തിയാക്കി അതിന്റെ ഡോറ് അടയുന്നത് വരെ അവൻ പറയുന്നത് കേട്ട് അതിനകത്ത് പ്രവേശിക്കുവാൻ കൃപ ലഭിച്ച നോഹയും കുടുംബവും സുരക്ഷിതമായി തീർന്നതുപോലെ ഇന്ന് രാത്രി ആമേൻ ദൈവശബ്ദം കേട്ട് ദൈവസഭയുടെ അംഗമായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവ പൈതലേ, ലോകത്തിന്റെ അതേ ശബ്ദം ആമേൻ കാതുകളിൽ കേട്ട് അതിനു പുറകെ പോകാതെ ദൈവശബ്ദം കേട്ട് അനുദിനം പരിശുദ്ധാത്മാവിന്റെ അതേ നിയോഗം ഏറ്റെടുത്ത് ജീവിക്കുവാൻ ആര് തയ്യാറാകുന്നുവോ അവർ ഹല്ലേലൂയ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുവാൻ തക്കവണ്ണം ഉതകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം അവരോട് കൂടെ ഇരുന്ന് ആമേൻ വലിയവൻ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. നോക്കിക്കേ, അങ്ങനെ നോഹയും അവന്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പുറത്തിറങ്ങി. ആമേൻ നമുക്കൊന്ന് ഇറങ്ങണ്ടേ? ഹല്ലേലൂയ. ആമേൻ നമുക്ക് ആമേൻ ഈ ലോക്ക്ഡൌണിൽ കഴിഞ്ഞൊന്ന് വെളിയിലേക്ക് ഇറങ്ങണ്ടേ? ഹല്ലേലൂയ. നോക്കണേ, സകല മൃഗങ്ങളും ഇഴജാതികളൊക്കെയും എല്ലാ പറവകളും ഭൂജങ്ങളൊക്കെയും ആമേൻ ജാതി ജാതിയായി പെട്ടകത്തിൽ നിന്ന് ഇറങ്ങി. ആമേൻ. അപ്പോ നോഹയും നോഹയുടെ കൂടെ ഉണ്ടായിരുന്നവരും സുരക്ഷിതരായിരുന്നു. ഹല്ലേലൂയ. നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. ആമേൻ ആമേൻ. ഇന്നലകളിൽ അനേകര് തളർന്നു പോയപ്പോൾ, ഇന്നലകളിൽ അനേകർ അയ്യം പിടിച്ച് നശിച്ചപ്പോൾ, ഇന്നലകളിൽ അനേകര് ആമേൻ എത്തിപ്പിടിച്ച് വലിഞ്ഞ് അതേ പെട്ടകത്തിന്റെ മകളിൽ കയറാൻ നോക്കിയവര് പിടിവെട്ട്. കാരണം പെട്ടകത്തിന് ചുറ്റും കീല് തേച്ചിരിക്കുകയാണ്. ആമേൻ. പെട്ടകം വെള്ളത്തിൽ മുങ്ങിപ്പോകാതിരിക്കാണ് കീല് തേച്ചത്. പക്ഷേ പെട്ടകം പൊങ്ങുന്നതിനനുസരിച്ച് തടിമിടുക്കുള്ളവർ ആമേൻ കാര്യപ്രാപ്തിയുള്ളവർ പെട്ടകത്തെ പിടിച്ച് പെട്ടകത്തിന്റെ മുകളിൽ കയറിയാൽ നോക്കിയ ഒക്കത്തില്ല. പെട്ടകത്തിന്റെ ആമേൻ അതേ മേളിൽ പിടികിട്ടത്തില്ല. ആമേൻ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി. ആമേൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട ഏകനാമം യേശുവെന്ന നാമം, അത് രക്ഷിക്കപ്പെടുവാൻ മാനവരാശിയുടെ ഇടയിൽ പിതാവായ ദൈവം ഉയർത്തിയ ഏകനാമം യേശുവെന്ന നാമമാണ്. ഇന്ന് രാത്രിയിലും അതേ സ്വസ്ഥത നഷ്ടപ്പെട്ട് സ്വാതന്ത്ര്യമില്ലാതെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അനുഭവത്തിലാണ് ആമേൻ ഇന്ന് രാത്രി ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നതെങ്കിൽ, ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവം ആമേൻ നോഹയുടെ കാലത്ത് നോഹയ്ക്ക് കൃപ കൊടുത്തു. ആ കൃപ അവനിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ആമേൻ അവനിലൂടെ അവന്റെ കുടുംബത്തിലുള്ളവര് അനുഭവിക്കുവാൻ ഇടയായി തീർന്നതുപോലെ ഇന്ന് രാത്രി കൃപ പ്രാപിച്ചവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചത് നിങ്ങളെ ഫലമേൽപ്പിക്കുന്നത് എന്തെന്ന് പറഞ്ഞ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ അനുഭവിക്കുന്ന ആ സന്തോഷം, ആ സമാധാനം, ആ സൗഖ്യം, ആ വിടുതൽ, ഹല്ലേലൂയ, ആ നിത്യത, ആ സ്വർഗം, ഇതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നിലൂടെ അനേകര് പ്രാപിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ താൻ പ്രാപിച്ചത് അനേകർക്ക് പകർന്നു കൊടുക്കുവാൻ ഇടയായി തീർന്നത് പോലെ ഇന്ന് രാത്രിയിൽ ഈ ലൈവിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം പ്രാപിക്കുന്ന കൃപ അതെ അനേകർക്ക് അനുഗ്രഹമാകത്തക്ക വിധത്തിൽ എന്നിലൂടെ നിങ്ങളിലൂടെ അത് ഒഴുകുവാൻ തക്കവണ്ണം ഇടയാകത്തക്ക വിധത്തിൽ നിറയ്ക്കുന്നവന്റെ നിറവിനാൽ ഇന്ന് രാത്രി അതെ നിറവ് പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. അത് നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. ആമേൻ. എന്താണ് യാഗപീഠം? ആമേൻ ദൈവത്തെ ആരാധിക്കുവാനാണ്. ഹല്ലേലൂയ. നോക്കുക, ഒരു വിടുതൽ പ്രാപിച്ച സുരക്ഷിതമായിരുന്ന ആമേൻ അതെ പലരും സമപ്രായത്തിലുള്ളവര് ആ പ്രളയത്തിനകത്ത് തകർന്നു പോയപ്പോൾ, ഹല്ലേലൂയ, തകരുന്നതിന് മുമ്പ് നോഹ അവരോട് ആമേൻ അതെ കാര്യം പറഞ്ഞതാ കേട്ടോ. ആമേൻ ഒരു പ്രളയം വരാൻ പോകുകയാണ്. ആമേൻ ആർക്കും തടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ ആമേൻ ഒരു മഹാദുരന്തം വരാൻ പോകുകയാണ്. ആമേൻ രക്ഷപ്പെട്ടോളാൻ അത് നോഹ പറഞ്ഞതാ. പക്ഷേ നോഹയുടെ ആ പ്രസംഗത്തെ ആമേൻ മുഖവിലക്കെടുക്കാത്തവർ, ആമേൻ അതിനെ ഗൗരവമായി കാണാഞ്ഞവർ ഒന്നടങ്കം ആമേൻ അതെ വെള്ളത്തിൽ മുങ്ങി ആമേൻ പൊങ്ങി ആമേൻ തീർന്നപ്പോൾ, ഹല്ലേലൂയ, നോഹയും നോഹയുടെ കുടുംബവും നോഹയുടെ മരുമക്കളും സുരക്ഷിതമായി
സാധ്യമായിരുന്നെന്ന് ഇന്ന് രാത്രി കൃപ ലഭിച്ച അഭിഷക്തനെ, നിന്റെ പ്രസംഗം മുഖവിലക്കെടുക്കാത്തവരുണ്ടാകും. ആമേൻ. നിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ കമന്റ് പറയുന്നവരുണ്ടാകും. നിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ, നിന്റെ ജീവിതം കാണുമ്പോൾ, നിന്റെ വരവും പോക്കും കാണുമ്പോൾ നിന്നെ പുച്ഛിക്കുന്നവരുണ്ടാകാം. എന്നാൽ നോഹയുടെ കാലത്ത് നോഹയെ പുച്ഛിച്ചവരും, നോഹയെ മൈൻഡ് ചെയ്യാത്തവരും, നോഹയെ അംഗീകരിക്കാത്തവരും എല്ലാം മുങ്ങി പൊങ്ങി തീർന്നു പോയപ്പോ നോഹയെ അംഗീകരിച്ച്, നോഹയെ വിശ്വസ്തനെന്ന് കണ്ട് നോഹയുടെ മേൽ കൃപ കൊടുത്ത ദൈവം, അതേ ദൈവം പറഞ്ഞ മാതൃകയിൽ പണിത പെട്ടകത്തിനകത്ത് ആമേൻ അവനും അവന്റെ കുടുംബവും രക്ഷ പ്രാപിപ്പാനിടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ രക്ഷ പ്രാപിച്ച നോഹ ആമേൻ ഒരു യാഗപീഠം പണിതു. ഇന്ന് രാത്രി കൃപയാൽ രക്ഷിക്കപ്പെട്ട ദൈവ പൈതലേ, നീ ആരാധനയ്ക്ക് ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണോ? ഹല്ലേലൂയ. ആമേൻ. ആരാധനയ്ക്ക് അതേ മഹത്വം ആയവൻ അതേ പ്രസാദിക്കുവാൻ, അതേ ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചെന്ന്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്റെയും നിങ്ങളുടെ ആരാധനയിൽ ദൈവം പ്രസാദിക്കുവാൻ തക്കവണ്ണം ഇടയായാൽ, ഹല്ലേലൂയ, ഐശ്വര്യമായ അനുഗ്രഹമാ. അതെ അബ്രഹാം അതെ ഇത് ചെയ്യുവാൻ മടിക്കാഞ്ഞത് കൊണ്ട് ഐശ്വര്യമായ ഒരു അനുഗ്രഹം. അപ്പൊ യാഗം കഴിക്കുന്നത്, ആമേൻ, ആരാധന കൂടുന്നത്, ആരാധന നടത്തുന്നത്, ആമേൻ, അനുഗ്രഹം പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും, വിടുതൽ പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. പൗലോസും ശീലാസും കാരാഗ്രഹത്തിന്റെ അകത്ത് അർദ്ധരാത്രി പാടി സ്തുതിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ, ആമേൻ, ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇന്ന് രാത്രി യഥാർത്ഥമായ ഒരു സ്വാതന്ത്ര്യം ആമേൻ അനുഭവിപ്പാൻ കഴിയാതെ നീ ബന്ധിക്കപ്പെട്ടവനായി ഏതോ വിഷയത്തിനകത്ത് കണ്ണീരും ദുഃഖവും കയറി കഴിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതൊരു പക്ഷേ രോഗമാകാം, അതൊരു പക്ഷേ കടക്കടിയാകാം, ഒരു പക്ഷേ തലമുറകളുടെ വിഷയമാകാം, ഒരു പക്ഷേ സമൂഹത്തിന്റെ വിഷയമാകാം, അതെ വ്യക്തിപരമായി ഞാനും നിങ്ങളും അഭിമുഖീകരിക്കുന്ന ആമേൻ ആ അടിമത്വത്തിനകത്ത് നിന്ന് പുറത്തെടുക്കുവാൻ അധികാരമുള്ളവൻ ഇന്ന് രാത്രി ആരാധനയുടെ മധ്യേ ഇറങ്ങി വന്ന് വിടുവിപ്പാൻ ശക്തനാണ്. അത് തിരിച്ചറിയുന്നവർ, വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് കരപടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട. ഹല്ലേലൂയ. അങ്ങനെ നോഹ യഹോവയ്ക്ക് യാഗപീഠം പണിതു. ഹല്ലേലൂയ. ശുദ്ധിയുള്ള സകല മൃഗങ്ങളിൽ, ശുദ്ധിയുള്ള എല്ലാ പറവകളിലും ചിലതെടുത്ത് യാഗപീഠത്തിന്മേൽ ഹോമയാഗം അർപ്പിച്ചു. ഹല്ലേലൂയ. അപ്പോ നോഹയുടെ കൂടെ ആമേൻ അതെ അന്നേ കാലത്ത് ആമേൻ യാഗം കഴിക്കുവാൻ ആമേൻ അതെ പറ്റിയതായ ആമേൻ യാഗ മൃഗങ്ങളെയും ആമേൻ കരുതിയിരുന്നു. അല്ലേ? ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിന്റെ കരത്തിന് ബലമുണ്ടെങ്കിൽ ആ കരമടിച്ചൊന്ന് കർത്താവിന് മഹത്വം കൊടുക്കുക. നിന്റെ ശരീരത്തിന് ആരോഗ്യമുണ്ടെങ്കിൽ ആ ശരീരം കൊണ്ട് ദൈവത്തിന് ഒരു മഹത്വം കൊടുക്കുക. നിന്റെ അധരത്തിന് ശക്തി ഉണ്ടെങ്കിൽ അധരം തുറന്ന് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ തയ്യാറാകുക. ഹല്ലേലൂയ. ഇന്നലകളിൽ ആമേൻ ആ മുങ്ങി പൊങ്ങി അനേകർ അയ്യം വിളിച്ച് തകർന്നപ്പോ തകർക്കുന്നവന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുവാൻ തക്കവണ്ണം ആലോചന പറഞ്ഞ ആ സ്വർഗത്തിന്റെ ആലോചന മുഖവിലക്കെടുത്ത ആ നോഹയും കുടുംബവും രക്ഷ പ്രാപിച്ചതുപോലെ ഇന്നലകളിൽ ആമേൻ ശത്രു നിന്നെ തകർത്ത് കളയുവാൻ പദ്ധതിയിട്ടപ്പോൾ ആ പദ്ധതിക്കകത്ത് നിന്ന് കൃപയാൽ അത് ദൈവത്തിന്റെ വചനം വിശ്വസിച്ച നീ ആമേൻ രക്ഷ പ്രാപിക്കുവാൻ ഇടയായി തീർന്നെങ്കിൽ ഇന്ന് രാത്രി അത് ഓർത്ത് എന്നോട് ചേർന്ന് ആമേൻ അത് കരമടിച്ച് ഒന്ന് കർത്താവിന് മഹത്വം കൊടുക്ക്. അവൻ ആരാധനയ്ക്ക് യോഗ്യന, അവൻ സകല മഹത്വത്തിന് സകല പുകഴ്ചയ്ക്കും യോഗ്യന. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ അതെ ദൈവത്തോടുള്ള നന്ദി ആമേൻ അതെ നോഹ പ്രകടിപ്പിക്കുകയാ, ദൈവത്തിന് മഹത്വം കൊടുക്കുകയാ. ഹല്ലേലൂയ. അങ്ങനെ ആ ആരാധനയിൽ ആ യാഗപീഠത്തിൽ യാഗം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഹോവ സൗരഭ്യ വാസന മണത്തു. ഹല്ലേലൂയ. ആ സൗരഭ്യ വാസന യഹോവ മണത്തപ്പോൾ യഹോവ തന്റെ ഹൃദയത്തിൽ അരുളി ചെയ്തു, ഞാൻ മനുഷ്യന്റെ നിമിത്തം ഇനി ഭൂമിയെ ശമിക്കുകയില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ആമേൻ ആരോ നിമിത്തം ആമേൻ അത് ബന്ധിക്കപ്പെട്ടിരിക്കുന്നതാണെന്ന് പറഞ്ഞ് ചിന്തിച്ച് നിരാശപ്പെട്ട് ഒതുങ്ങിക്കഴിയുന്ന ദൈവത്തിന്റെ പൈതലെ, മനുഷ്യൻ നിമിത്തം ഇനി ഭൂമി എന്ത് ചെയ്യത്തില്ല? ശമിക്കത്തില്ല. ആമേൻ. ഹല്ലേലൂയ. അതെ മനുഷ്യന്റെ നിമിത്തം. അപ്പൊ ഭൂമി ശപിക്കപ്പെടുവാൻ കാരണമാരാ? മനുഷ്യനല്ലേ? സമ്മതിച്ചേ പറ്റൂ. ആരാ പറയുന്നേ? മനുഷ്യനെ സൃഷ്ടിച്ച അഖിലാണ്ടത്തെ വാക്കിനാൽ ഉളവാക്കിയ സർവശക്തനായ ദൈവമല്ലേ പറയുന്നത്? ആമേൻ. ഞാൻ മനുഷ്യന്റെ നിമിത്തം ഇനി ഭൂമി എന്ത് ചെയ്യില്ല? ശപിക്കുകയില്ല. അപ്പൊ മനുഷ്യൻ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടു എന്നല്ലേ? ഒന്നാമത്തെ കുടുംബമായ ആദാമും ഹവ്വയും
അവിടെ ആ ശാപത്തിന്റെ വാക്ക് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആവർത്തന പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതെ, ഈ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ നീ ജീവിക്കാൻ തയ്യാറായാൽ ഈ അനുഗ്രഹമെല്ലാം നിന്റെ മേൽ വരും. നീ ഇത് കേട്ട് ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ കേട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞ, ഹല്ലേലൂയ, ആമേൻ, അതെ, നിന്റെ നോട്ടം, നിന്റെ ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന നിലയിലല്ലെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്ന വ്യവസ്ഥയിലല്ലെങ്കിൽ, ദൈവം വെച്ചിരിക്കുന്ന നിയമം ലംഘിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ ഇതിൽ പറയുന്ന ശാപങ്ങളെല്ലാം നിന്റെ മേൽ വന്ന് ഭവിക്കും. നിന്റെ മേൽ മാത്രമല്ല, നിന്റെ തലമുറയുടെ മേൽ വന്ന് ഭവിക്കും. ഹല്ലേലൂയ. അടുത്ത തലമുറയിലേക്ക് അത് കൈമാറും. ആമേൻ. ഇന്ന് രാത്രി ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത വചനങ്ങൾക്ക് മാറ്റമില്ല. അതിനകത്ത് എഴുതിയിരിക്കുന്ന നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ അതിനകത്ത് പറയുന്നതെല്ലാം വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ ആമേൻ, കർത്താവ് ആമേൻ പറയുകയാണ്, ആരാധന അതെ ദൈവം പ്രസാദിച്ചു കഴിഞ്ഞപ്പോൾ, ആ സൗരഭ്യം മണത്തു കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, ഞാൻ മനുഷ്യന്റെ നിമിത്തം ഇനി ഭൂമി എന്ത് ചെയ്യില്ല, ശപിക്കുകയില്ല. മനുഷ്യന്റെ മനോനിരോധനം ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു. ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെയും ഇനി എന്ത് ചെയ്യില്ല, നശിപ്പിക്കുകയില്ല. ഹല്ലേലൂയ. നോക്കിക്കേ, രാജ്യത്ത് അനേകർ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, കൂട്ടത്തോടെ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാ, വംശനാശം വന്നുകൊണ്ടിരിക്കുകയാ, ജീവജാലങ്ങൾക്ക് അതെ പ്രകൃതികൾക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാ. എന്നാൽ അക്കാലത്ത് അതെ നോഹ ദൈവത്തെ യാഗം കഴിച്ച് പ്രസാദിപ്പിക്കുവാൻ തയ്യാറായപ്പോ ദൈവം തന്റെ ഹൃദയത്തിൽ പറയുക, ആ സൗരഭ്യം മണത്തപ്പോൾ പറയുക, ഇനി ഞാൻ എന്ത് ചെയ്യത്തില്ല, മനുഷ്യൻ നിമിത്തം ഭൂമിയെ ശപിക്കുകയില്ല. ഇന്ന് രാത്രി ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ ആരാധിക്കാൻ മനസ്സ് വെക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചാൽ അതെ നിന്നിലൂടെ നിന്റെ തലമുറയിലേക്ക് അതെ ആമേൻ പാപം ശാപം അതെ കടക്കാതെ കണ്ട്, ഹല്ലേലൂയ, ആമേൻ, ആ ശാപത്തെ എന്നേക്കുമായി നീക്കുവാൻ അധികാരമുള്ളവൻ, ഹല്ലേലൂയ, മാനവരാശിയുടെ പാപത്തെ പരിഹരിക്കുവാൻ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ, ഹല്ലേലൂയ, അതെ, ആ ശാപമില്ലാതെ ആ പാപമില്ലാതെ ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ഒരു വഴി സ്വർഗത്തിലേക്ക് വെട്ടി തുറന്നവ സർവശക്തനായ ദൈവം, ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ആ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താൽ, ഹല്ലേലൂയ. 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 46-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവർ നിന്നോട് പാപം ചെയ്യുകയും പാപം ചെയ്യാത്ത മനുഷ്യൻ ഇല്ലല്ലോ. പാപം ചെയ്യാത്ത മനുഷ്യനുണ്ടോ? ഹല്ലേലൂയ. ലോകത്തിൽ എവിടെയെങ്കിലും പാപം ചെയ്യാത്ത മനുഷ്യനുണ്ടോ? സത്യവേദ പുസ്തകം പറയുന്നു, അവർ നിന്നോട് പാപം ചെയ്യുകയും പാപം ചെയ്യാത്ത മനുഷ്യനില്ലല്ലോ. നീ അവരോട് കോപിച്ചു അവരെ ശത്രുവിൽ ഏൽപ്പിക്കുകയും. അപ്പൊ പാപം ചെയ്താൽ, ഹല്ലേലൂയ, അവന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും എന്നല്ലേ അവിടെ കാണുന്നത്. പാപം ചെയ്താൽ അവൻ ബന്ധിക്കപ്പെടുകയാ, അവൻ ഭയത്തിന് ഇരയാകുകയാ, അവനെതിരെ ശത്രു പ്രബലപ്പെടുകയാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിന്നെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുവാൻ ഊടാടി സഞ്ചരിക്കുന്ന, ആരെയും വിഴുങ്ങേണ്ടൊന്ന് അലറിക്കൊണ്ട് നടക്കുന്ന സിംഹം അവൻ നിന്നെ പ്രലോഭിപ്പിച്ച് പാപത്തിനകത്തേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി നീ പാപം ചെയ്യാൻ തയ്യാറായ നിന്നിൽ ആത്മീയ ആ മരണം സംഭവിച്ച ദൈവം നൽകുന്ന സമാധാനവും ദൈവം നൽകുന്ന സ്വസ്ഥതയും ദൈവം നൽകുന്ന ആരോഗ്യവും ക്ഷയിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. അതെ, പാപം ചെയ്യാത്ത മനുഷ്യനില്ലല്ലോ. നീ അവരോട് കോപിച്ച് അവരെ ശത്രുവിന് ഏൽപ്പിക്കുകയും അവർ അവരെ ദൂരത്ത് സമീപത്ത് ഉള്ള ശത്രുവിന്റെ ദേശത്തേക്ക് ബദ്ധരാക്കി കൊണ്ടുപോവുകയും ചെയ്താൽ, ഹല്ലേലൂയ. അപ്പൊ നോക്കണം, പാപം ചെയ്യുന്ന ഒരു മനുഷ്യൻ, ഹല്ലേലൂയ, പാപത്തിന്റെ ശമ്പളം മരണമാണ്. ഹല്ലേലൂയ. അപ്പൊ പാപം ചെയ്യുന്ന ഒരു വ്യക്തി ആമേൻ എന്ത് ചെയ്യുക? ബന്ധിക്കപ്പെടുകയാ, ആമേൻ ബദ്ധരാക്കപ്പെടുകയാ. അല്ലെ, നമുക്കറിയാം ആമേൻ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ആമേൻ അതെ കോടതികളുണ്ട്, അല്ലെ, നിയമങ്ങളുണ്ട്, പോലീസ് സ്റ്റേഷനുകളുണ്ട്. ആമേൻ ഒരുവൻ തെറ്റ് ചെയ്താൽ അവനെ എന്ത് ചെയ്യും?
അതെ പിടിക്കും. അവനെതിരെ പെറ്റീഷൻ ഉണ്ടെങ്കിൽ ആ കേസ് അന്വേഷിക്കും, അല്ലെ? അവനെ അറസ്റ്റ് ചെയ്യും, അവനെ തടവറയ്ക്കകത്തിടും, അല്ലെ? നോക്കിക്കേ, അവന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് അവൻ ചെയ്ത ആ പാപത്തിന്റെ പരിണത ഫലം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന കൃപ ലഭിച്ച ആരെങ്കിലും ആമേൻ, ഇന്ന് രാത്രി എന്റെ ശബ്ദം അതെ എന്നിലൂടെ നിങ്ങൾ ഈ വീഡിയോയിലൂടെ ശ്രവിക്കുന്നുണ്ടെങ്കിൽ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സിട്ടാവാൻ ദൈവത്തിന്റെ വചനം പറയുന്നു, ആമേൻ, അതെ പാപം ചെയ്യുന്ന മനുഷ്യൻ, ഹല്ലേലൂയ, അതെ പാപം ചെയ്യാത്തവനില്ലല്ലോ. നീ അവരോട് കോപിച്ച് അവരെ ശത്രുവിന് ഏൽപ്പിക്കുകയും അവരെ ദൂരത്തോ സമീപത്തോ ഉള്ള ശത്രുവിന്റെ ദേശത്തേക്ക് ബദ്ധരാക്കി കൊണ്ടുപോവുകയും ചെയ്താൽ, ഹല്ലേലൂയ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ആമേൻ, അവർ ബന്ധിക്കപ്പെടുകയാണ്, ബദ്ധരാക്കപ്പെടുകയാണ്, ഹല്ലേലൂയ. ആമേൻ, അവരെ പിടിച്ചു കൊണ്ടുപോയിരിക്കുന്ന ദേശത്ത് വെച്ച് ആമേൻ അവർ ഉണർന്ന് മനം തിരിഞ്ഞ്, ആമേൻ, ഇന്ന് രാത്രി ഒന്ന് ഉണരാൻ തയ്യാറാണോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഇന്നലകളിൽ ആമേൻ നിന്നെ കൊണ്ട് ചിന്തിക്കാൻ പാടില്ലാത്തത് ചിന്തിപ്പിച്ച്, ആമേൻ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യിപ്പിച്ച്, കാണാൻ പാടില്ലാത്തത് കാണിച്ച്, പോകാൻ പാടില്ലാത്തടത്തേക്ക് നിന്നെ കൊണ്ടുപോയി, നിന്നെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച്, നിന്നെ ബദ്ധരാക്കി, നിന്നെ രോഗിയാക്കി, ആമേൻ നിന്റെ സമാധാനം നഷ്ടപ്പെടുത്തി, ആമേൻ നിന്നെ ഒരു മൂലയിൽ ഒതുക്കിയിരിക്കുന്ന അനുഭവമാണെങ്കിൽ ഇന്ന് രാത്രി സ്വർഗം നിന്നെ നോക്കി പറയുന്നു, ആമേൻ, അതെ അവർ ഉണർന്ന് മനം തിരിഞ്ഞ് അവരെ ബദ്ധരായി കൊണ്ടുപോയ ദേശത്ത് വെച്ച് ഞങ്ങൾ പാപം ചെയ്തു, അകത്യവും ദുഷ്ടതയും പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് നിന്നോട് യാചിക്കുകയും അവരെ പിടിച്ചുകൊണ്ടുപോയ ശത്രുക്കളുടെ ദേശത്ത് വെച്ച് അവർ പൂർണ്ണ ഹൃദയത്തോട് പൂർണ്ണ മനസ്സോടുകൂടെ നിങ്ങളിലേക്ക് തിരിഞ്ഞ് നീ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തേക്ക്, നീ തിരഞ്ഞെടുത്ത ആ നഗരത്തിലേക്ക്, ആമേൻ, ഞാൻ നിന്റെ നാമത്തിന് പണിതിരിക്കുന്ന ഈ ആലയത്തിലേക്ക് നോക്കി നിന്നോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ, ഹല്ലേലൂയ, നീ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ അവരുടെ പ്രാർത്ഥനയും യാതനയും കേട്ട് അവർക്ക് ന്യായം പാലിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രാർത്ഥന കേട്ട് ന്യായമായി ഉത്തരമരുളുന്ന ഒരു നല്ല ദൈവത്തിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കുവാൻ ആര് തയ്യാറാകും? ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ആമേൻ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിരിക്കുന്ന അനുഭവത്തിലായിരിക്കുന്നവർ ആമേൻ ഒന്ന് ആമേൻ ഉണർന്ന് മനം തിരിഞ്ഞ് ആമേൻ ഇന്ന് രാത്രി ഒന്ന് ഉണരുവാൻ തക്കവണ്ണം ഉതകുന്ന ജീവന്റെ വചനം ആമേൻ നിന്റെ കാതുകളിൽ കേൾക്കുമ്പോൾ ഇടിഞ്ഞു കിടന്ന യാഗപീഠത്തെ ഏലിയാവ് പുതുക്കി പണിതതുപോലെ ഇന്ന് രാത്രി ഒന്ന് ഉണരുവാൻ തയ്യാറാണോ? ആമേൻ ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? അതെ, പാപാങ്കുലമാകുന്ന ലോകത്ത് ആമേൻ തലമുറയെ അതെ വഴിപിഴപ്പിക്കുന്ന പ്രലോഭനങ്ങൾ ആമേൻ അതെ അവരുടെ ജീവിതത്തിൽ അവരെ വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി തലമുറ നിമിത്തം സ്വാതന്ത്ര്യമില്ലാതെ അതെ ജീവിതത്തിൽ ദുഃഖം പേറി കഴിയുന്ന ആമേൻ അതെ പാപത്തിന്റെ അനന്തര ഫലം അതെ ആമേൻ മരണമാണ്, ഹല്ലേലൂയ, അതെ അറസ്റ്റാണ്, ആമേൻ അതെ ശിക്ഷയാണ്, ആമേൻ അങ്ങനെ അതെ സമാധാനമില്ലാതെ കിടക്കുന്ന മാനവരാശിക്ക് സമാധാനം നൽകുവാൻ ശക്തനായവൻ, ഹല്ലേലൂയ, ആ ദൈവത്തിങ്കിലേക്ക് ഒന്ന് മനം തിരിഞ്ഞ് ഉണർന്ന് മനം തിരിഞ്ഞ് ഹല്ലേലൂയ അവൻ ബദ്ധരായി കൊണ്ടുപോയ ദേശത്ത് വെച്ച് ഞങ്ങൾ പാപം ചെയ്തു, അകൃത്യവും ദുഷ്ടതയും പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അതെ നിന്നോട് യാചിക്കുകയും അവരെ പിടിച്ചുകൊണ്ടുപോയ ശത്രുക്കളുടെ ദേശത്ത് വെച്ച് അവർ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്കലേക്ക് തിരിഞ്ഞ് ഇന്ന് രാത്രി കർത്താവിങ്കിലേക്കൊന്ന് തിരിയുവാൻ, ആ ദൈവത്തിങ്കിലേക്കൊന്ന് തിരിയുവാൻ, മനുഷ്യനെ തിരിക്കുവാൻ ഹല്ലേലൂയ ശക്തനായവൻ കാലത്തിന്റെ തികവെങ്കിൽ തന്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയപ്പാൻ തക്കവണ്ണം ഇടയായിട്ട്. ഹല്ലേലൂയ, ആമേൻ. ആ കർത്താവ് പറഞ്ഞു, ഞാൻ വഴിയാ, ഞാൻ സത്യമാ, ഞാൻ ജീവനാണ്. നാം വായിച്ച കുറുവാക്യം, സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ആമേൻ. ഇത് മാത്രമേ ഉള്ളൂ സത്യം. ഈ സത്യം ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സത്യം അറിഞ്ഞ ദൈവത്തിന്റെ പൈതലേ ഇന്ന് രാത്രി ഒന്ന് ഉണരാൻ തയ്യാറാകുക. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് രാത്രി നിന്റെ പാപം എത്ര കടിച്ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കുവാൻ കഴിയുന്ന അതെ യേശുവിന്റെ ആ രക്തം കൊണ്ട് കഴുകൽ പ്രാപിച്ച ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, നീ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ അവരുടെ പ്രാർത്ഥനയും യാചനയും കേട്ട് അവർക്ക് ന്യായം പാലിച്ചു കൊടുക്കും. ഹല്ലേലൂയ, ആമേൻ. അതെ, സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം
അധ്യായം അതിന്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമിയിലില്ല. ഹല്ലേലൂയ. നോക്കിയേ, പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമിയിൽ ഇല്ല. ഹല്ലേലൂയ. നന്മ ചെയ്യുന്ന, ഒരിക്കലും പാപം ആമേൻ ചെയ്യാത്ത ഒരു നീതിമാനും ഭൂമിയിൽ ഇല്ല എന്നാണ് ആമേൻ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ആകെയാൽ എന്ത് റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ, പുതിയ നിയമകാലത്ത് ദൈവത്തിന്റെ ശബ്ദമായി ജീവിക്കുവാൻ, അതെ ദൈവസഭ സ്ഥാപിക്കപ്പെടുവാൻ, ആമേൻ ദൈവം അതെ സന്ദർശിച്ച്, ആമേൻ മാനസാന്തരപ്പെട്ട്, ആമേൻ വിശുദ്ധിയും വേർപാടും അനുഷ്ഠിച്ച് നിത്യതയ്ക്ക് വേണ്ടി അതെ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ, ആമേൻ അതെ പിടിക്കാവുന്നോ വെച്ച്, ആമേൻ ആ വിളിയുടെ ലാക്കിലേക്ക്, ആമേൻ അതെ പിൻപിലുള്ളത് ആമേൻ മറന്ന് മുമ്പിലുള്ളത് ആഞ്ഞും കൊണ്ട് ആ പരമവിളിയുടെ ലാക്കിലേക്ക് ഓടിയ അഭിഷക്തൻ പറയുകയാണ്, ഹല്ലേലൂയ. ആമേൻ. ആകയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിൻ കീഴിലാകുന്നു എന്ന് നാം മുമ്പ് തെളിയിച്ചുവല്ലോ. ഹല്ലേലൂയ. പിന്നെ എന്ത്, നമ്മൾ എന്തെങ്കിലും മെച്ചപ്പെട്ടവരാണോ? ഹല്ലേലൂയ. ഒരിക്കലുമല്ല. യഹൂദന്മാരും ഗ്രീക്കന്മാരും ഹല്ലേലൂയ ഒരുപോലെ പാപത്തിൻ കീഴിലാണെന്ന് ആമേൻ ആരോപണം നാം ഇതിനകം എന്ത് ചെയ്തിട്ടുണ്ട്? ഉന്നയിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ നോക്കുക, അതെ ആരും ആമേൻ നല്ലവരല്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നിരിക്കുന്നു. എല്ലാവരും പാപം ചെയ്തു. ദൈവത്തിന്റെ ആ മഹത്വത്തിൽ നിന്ന്, ആ ദൈവത്തിന്റെ തേജസ്സിൽ നിന്ന് അന്യപ്പെട്ടു പോയി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ അതെ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയി, അതെ പാപത്തിന് അടിമകളായി ജീവിക്കുന്നവർക്ക് സ്വാതന്ത്ര്യമില്ല. അവർ കണ്ണുനീരിലും ദുഃഖത്തിലും അടിമകളായി, ആമേൻ വേദനകൾക്കും അതെ പ്രശ്നങ്ങൾക്കും ഒക്കെ ആമേൻ നടുവിൽ അവർ ബന്ധപ്പെട്ട് ജീവിക്കുകയാണ്. ഇന്ന് രാത്രി ആമേൻ അതിനകത്ത് നിന്ന് ഒരു വിടുതൽ നൽകുവാൻ, സ്വാതന്ത്ര്യം നൽകുവാൻ കഴിയുന്നവൻ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. റോമാലേഖനം 3-ാം അധ്യായം 9 അതിന്റെ 19 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആ അധ്യായം മുഴുവൻ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി തന്റെ ജനത്തോട് അത് വിവരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. പിന്നെ എന്ത്, നമ്മൾ അവരെക്കാൾ മികച്ചവരാണോ? ഹല്ലേലൂയ. ആമേൻ. അല്ലല്ലോ, ഇല്ല. യാതൊരു വിവേകവുമില്ല. ആമേൻ. യാതൊരു വ്യത്യാസവുമില്ല. എല്ലാവരും അതെ പാപം ചെയ്തു, അല്ലെ? ഹല്ലേലൂയ. ദൈവത്തെ പരിജ്ഞാനത്തിൽ ആമേൻ അതെ ധരിപ്പാൻ ഇഷ്ടമില്ലാഞ്ഞതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. ആരെ കുറിച്ച് പറയുന്നത്? ആമേൻ ദൈവഭയമില്ലാതെ, ഹല്ലേലൂയ, പാപം ചെയ്യുവാൻ സമർപ്പിക്കപ്പെട്ട് ആമേൻ അതെ ദൈവത്തെ അന്വേഷിക്കുവാൻ തയ്യാറാകാതെ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകുന്നവരെ കുറിച്ച്, ദൈവവുമില്ലാതെ ജീവിക്കുന്നവരെ കുറിച്ച് ആമേൻ ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കുല, പിണക്കം, കപടം, ദുശീലം എന്നിവ തുടങ്ങിയവർ. ഹല്ലേലൂയ. കുരുളക്കാർ, ഏഷണിക്കാർ, ദൈവദോഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ. ഹല്ലേലൂയ. ഇന്ന് രാത്രി തലമുറകൾ ആരെങ്കിലും ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ആമേൻ ശ്രദ്ധിച്ചേ. ആമേൻ. ഒന്ന്, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാഞ്ഞതിന് തക്കവണ്ണം. ഹല്ലേലൂയ. അത് ബുദ്ധി കൊണ്ടല്ല, കഴിവ് കൊണ്ടല്ല, പ്രാപ്തി കൊണ്ടല്ല. ആമേൻ. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാഞ്ഞതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. ഹല്ലേലൂയ. അങ്ങനെ നികൃഷ്ട ബുദ്ധിക്ക് ആമേൻ ഉടമകളായിരിക്കുന്നവരുടെ അതേ സ്വഭാവത്തെ കുറിച്ച് അവിടെ കാണുവാൻ കഴിയുന്നത്, അവർ സകല അനീതിയും
ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കുല, പിണക്കം, കപടം, ദുശീലം എന്നിവ തിങ്ങിയവർ, കുരുളക്കാർ, ഏഷണിക്കാർ, ദൈവദോഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ. ഹല്ലേലൂയ. അതെ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ. ഹല്ലേലൂയ. നോക്കിക്കേ, ഈ കാലഘട്ടങ്ങളിൽ ആമേൻ ബുദ്ധിഹീനരായിരിക്കുന്നവരെ നമുക്ക് കാണുവാൻ കഴിയും അല്ലേ? നിയമം ലംഘിക്കുന്നവരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടല്ലേ? ഹല്ലേലൂയ. വാത്സല്യമില്ലാത്തവർ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, മാതാപിതാക്കന്മാർ തമ്മിൽ, കുഞ്ഞുങ്ങൾ തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ വാത്സല്യമില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഭാര്യ ചെയ്യേണ്ട കാര്യങ്ങൾ, ഭർത്താവ് ചെയ്യേണ്ട കാര്യങ്ങൾ, മക്കൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ആമേൻ, അതെ, ഒരു പൗരൻ എന്ന നിലയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. ഹല്ലേലൂയ. അങ്ങനെ എവിടെയെല്ലാം നിയമങ്ങളുണ്ടോ ആ നിയമങ്ങൾ ലംഘിക്കുന്നവർ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ, ഹല്ലേലൂയ, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന രക്ഷിക്കപ്പെട്ട ദൈവസഭയുടെ അംഗമായി ജീവിക്കുന്ന കൃപ ലഭിച്ച ദൈവത്തിന്റെ പൈതലേ, റോമാ ലേഖനം അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ആത്മാവിൽ നിയോഗം പ്രാപിച്ച് തൂലിക ചലിപ്പിച്ച് എഴുതി വെച്ചത് പുസ്തകത്തിന്റെ താൾ എഴുതി തീർക്കാനല്ല, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ അംഗമായി മാറിയിരിക്കുന്ന ഒരു ദൈവ പൈതൽ അനുസരിച്ച് ജീവിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോഹയുടെ കാലത്ത് നോഹ നീതി പ്രസംഗിയായിരുന്നു. ആമേൻ. ആ പെട്ടകത്തിനകത്ത് നോഹയും കുടുംബവും മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. ആമേൻ. അന്ന് ഒരു പ്രളയം വരാൻ പോകുന്നുവെന്ന് പ്രസംഗിച്ചപ്പോൾ പ്രളയമോ എന്ന് ചോദിച്ചവര്, ആമേൻ, കളിയാക്കിയവര്, അംഗീകരിക്കാനവര് സകലരും അതെ മുങ്ങിപ്പോയി, തകർന്നുപോയി. ആമേൻ. ലോകത്തിന്റെ ആമേൻ അതെ അവസാന ആമേൻ സംഭവിക്കുവാൻ പോകുന്നത് എന്താണെന്ന് സത്യവേദ പുസ്തകത്തിനകത്ത് വളരെ ശക്തമായി എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ, ആമേൻ, എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. തങ്ങളുടെ അറിവിൽ ദൈവത്തെ നിലനിർത്താൻ അവർ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും, ആമേൻ, സൗകര്യപ്രദമല്ലാത്ത ആമേൻ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം അവരെ ശാസിക്കുന്ന മനസ്സെന്ത് ചെയ്തു? ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ തെറ്റ് ചെയ്ത് ആ മരണ യോഗ്യരായി ജീവിക്കുവാൻ ഇടയാകാതെ ആ തെറ്റിൽ നിന്ന്, ആ പാപത്തിൽ നിന്ന് നേർവഴിയിലേക്ക് നയിപ്പാൻ ശക്തനായ ദൈവത്തിന്റെ പുത്രനായി ക്രിസ്തുവിലൂടെയുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിക്കുവാൻ കൃപ ലഭിച്ചവർ ഇന്ന് രാത്രി എന്നോട് ചേർന്ന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. അതുകൊണ്ട് വിധിക്കുന്ന ഏതു മനുഷ്യനുമായുള്ളവേ നിനക്ക് പ്രതിവാദം പറവാനില്ല. അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു. ആമേൻ. വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നുവല്ലോ. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ കർത്താവിന്റെ മടങ്ങിവരവിൽ എടുക്കപ്പെട്ട് നിത്യജീവൻ അവകാശിയായി നിത്യരാജ്യത്തിൽ പ്രവേശിക്കുവാൻ തക്കവണ്ണം, ആമേൻ, കർത്താവിന്റെ മടങ്ങിവരവിന് വേണ്ടി വചനപ്രകാരം ജീവിക്കുന്ന ദൈവ പൈതൽ ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ, ആമേൻ, അതുകൊണ്ട് വിധിക്കുന്ന ഏതു മനുഷ്യനുമായുള്ളവേ, ആമേൻ, ആരെയും എന്ത് ചെയ്യാൻ പാടില്ല? വിധിക്കാൻ പാടില്ല. ആമേൻ. നിനക്ക് പ്രതിവാദം പറവാൻ ഇല്ല. അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ എന്ത് ചെയ്യുന്നു? കുറ്റം വിധിക്കുന്നു. ആമേൻ. വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നുവല്ലോ. ആമേൻ. അയ്യോ മനുഷ്യ, അതുകൊണ്ട് നീ അന്യനെ
ആരെങ്കിലും ആമേൻ അതെ അന്യരായിരിക്കുന്ന ആരെയെങ്കിലും നീ വിധിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, നീ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ എന്ത് ചെയ്യാണ്? കുറ്റം വിധിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ അതെ ഉരുട്ടുന്ന കല്ല് തിരിഞ്ഞുരുളുവാൻ എന്താ ഇടയാകും. ആമേൻ കുഴിക്കുന്ന കുഴിയിൽ താൻ തന്നെ എന്ത് ചെയ്യും? വീഴുവാൻ ഇടയാകും. അതുകൊണ്ട് ആരെയും വിധിക്കാൻ എന്ത് ചെയ്യരുത്? വിധിക്കുന്നത് കർത്താവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുകയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി സർവശക്തനായ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുവാൻ കൃപ ലഭിച്ച ആ നോഹ ദൈവഭയത്തിൽ ജീവിച്ച് ദൈവം കൊടുത്ത കൃപയിൽ പെട്ടകം പണിത് ആ വെള്ളം അതേ ആഴിയെ തുറന്നപ്പോൾ ആമേൻ അതേ വെള്ളം അതേ ആ പൊങ്ങിയ സമയത്ത് ആ പെട്ടകം വെള്ളത്തിന്റെ മേലെ പൊങ്ങി അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. ഹല്ലേലൂയ. ആമേൻ 40 ദിവസം കഴിഞ്ഞപ്പോൾ ആ പെട്ടകത്തിന്റെ കിളിവാതിലുകൾ തുറന്നു. ഹല്ലേലൂയ. അതേ ലോക്ക്ഡൌൺ ആയിട്ട് കുറെ ആയില്ലേ? ആമേൻ ലോകം മുഴുവൻ ആമേൻ ഒരു പ്രളയം പോലെ ഒരറ്റം മുതൽ അങ്ങേ അറ്റം വരെ ആമേൻ മഹാമാരി COVID-19 അനേകരെ ലോക്ക് ഡൗൺ ഇരുത്തി. ആമേൻ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ആമേൻ അതേ 40 ദിവസം അതേ ഭൂമിയിൽ പെയ്ത മഴയും ആ വെള്ളവും ആമേൻ അതേ അനേകർക്ക് നിലവിളിയും അനേകർക്ക് തളർച്ചയും അനേകർക്ക് അരോചകവും അനേകർക്ക് ആമേൻ സഹിക്കുവാൻ കഴിയാത്ത അതേ ദിവസങ്ങളുമായി മാറിയപ്പോൾ ആ ദിവസങ്ങൾ കൃപ ലഭിച്ച നീതിമാനായ ദൈവത്തെ ഭയപ്പെട്ട നോഹയും കുടുംബവും സുരക്ഷിതമായിരുന്നു എന്ന് മാത്രമല്ല ആ വിടുതൽ അനുഭവിച്ച നോഹ യഹോവയ്ക്ക് യാഗപീഠം പണിത് ദൈവത്തിന് ആരാധന കഴിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ആമേൻ കൃപ ലഭിച്ചവർ അവനെ ആരാധിക്കുവാൻ കടപ്പെട്ടവരാണ്, അവനെ സ്തുതിപ്പാൻ കടപ്പെട്ടവരാണ്. ഇന്ന് രാത്രിയിലും ആ കർത്താവിനെ സ്തുതിക്കുവാൻ ആ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കൃപ ലഭിച്ചവർ ആ കരമടിച്ചൊന്ന് കർത്താവിന് മഹത്വം കൊടുത്ത് ആ ആരാധനയുടെ സൗരഭ്യം ദൈവം മണത്തപ്പോൾ യഹോവ മണത്തപ്പോൾ അവന്റെ ഹൃദയത്തിൽ തീരുമാനിച്ചു, ഇനി മനുഷ്യൻ നിമിത്തം ഞാൻ ഭൂമിയെ ശപിക്കത്തില്ല. ഇന്ന് രാത്രി വിടുതൽ പ്രാപിച്ച ദൈവ പൈതലെ ഞാനും നീയും ആരാധിക്കുവാൻ തയ്യാറാണ്. ആരാധനയിൽ പ്രസാദിക്കുന്ന ദൈവം ആരാധിക്കുന്ന ഞാനും നീയും നിമിത്തം ദേശത്ത് അനർത്ഥങ്ങൾ അതേ വരാതെ കണ്ട് സൂക്ഷിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഇന്ന് രാത്രി അതേ വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞു കരമടിച്ച് കർത്താവിനെ മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. എബ്രായലേഖനം 4-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആമേൻ അതിനാൽ അവന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഒരു വാഗ്ദാനം നമ്മിൽ അവശേഷിക്കാതിരിക്കാൻ ഭയപ്പെടാം. ആമേൻ. നിങ്ങളിൽ ആർക്കെങ്കിലും അതിൽ കുറവുണ്ടാകുമെന്ന് തോന്നുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുകയാണ്. അതേ നമ്മളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ ഇന്ന് രാത്രി നമുക്ക് ദൈവത്തെ ഭയപ്പെടാം. ഹല്ലേലൂയ. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് ആമേൻ അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നാം ദൈവ തേജസ്സിന്റെ പ്രത്യക്ഷയിൽ അത് ആ പ്രത്യാശയിൽ പ്രശംസിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ റോമാലേഖനം 5-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. ഹല്ലേലൂയ. അവനിലൂടെ തന്നെ നാം ദൈവത്തിന്റെ ആ മഹത്വം ആമേൻ അതെ കാണുവാൻ അതേ ആ മഹത്വം അനുഭവിക്കുവാൻ ഹല്ലേലൂയ ആമേൻ സന്തോഷിക്കുവാൻ ഹല്ലേലൂയ ആ കൃപയിലേക്ക് പ്രവേശിക്കുവാൻ ഹല്ലേലൂയ കർത്താവ് മുഖാന്തരം നമുക്ക് ആമേൻ അതേ അവസരം ലഭിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ മഹത്വകരമായ അതേ ആ സന്തോഷകരമായ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുവാൻ കൃപ ആ ക്രിസ്തുവിലൂടെ പ്രാപിച്ചിരിക്കുന്നവർ ഇന്ന് രാത്രി എന്നോട് ചേർന്ന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട. ഹല്ലേലൂയ. ഞങ്ങളിൽ നിങ്ങളിൽ ഒരുത്തനെ അപ്പൻ മക്കളെ എന്ന പോലെ പ്രബോധിപ്പിച്ചു. ആമേൻ. ഉത്സാഹിപ്പിച്ചു, സാക്ഷ്യം പറഞ്ഞും പോന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. നോക്കിക്കേ, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ശ്ലീഹ ആമേൻ പ്രേക്ഷിത പ്രവർത്തനത്തിൽ
വാഗ്ദത്തത്തിന്റെ ഭാഗവാക്കാകുവാൻ വിശ്വസ്തനെന്നെണ്ണി ദൈവം ആക്കിവെച്ച സമയത്ത് ആമേൻ ദൈവം കൊടുത്ത ആത്മനിയോഗപ്രകാരം കടന്നുപോയി സ്ഥാപിക്കപ്പെട്ട ദൈവസഭയുടെ അംഗമായി മാറിയ ദൈവജനത്തോട് താൻ ആമേൻ പറയുകയാണ്, ഞങ്ങൾ നിങ്ങളിൽ ഒരുത്തനെ അപ്പൻ മക്കളെ എന്ന പോലെ പ്രബോധിപ്പിച്ചു, ആമേൻ ഉത്സാഹിപ്പിച്ചു, സാക്ഷ്യം പറഞ്ഞും പോന്നു എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഹല്ലേലൂയ. ആമേൻ നിങ്ങളെ തന്റെ രാജ്യത്തിലേക്കും മഹത്വത്തിലേക്കും ആമേൻ വിളിച്ച ദൈവത്തിന് യോഗ്യനാകാൻ ആമേൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ആമേൻ നമ്മുടെ കർത്താവായ ആ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ ഹല്ലേലൂയ അവൻ ആമേൻ അതെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹയിലൂടെ ആ സുവിശേഷം ആമേൻ കേൾപ്പിച്ച് ആമേൻ അവരെ രക്ഷയിലേക്ക് വിളിച്ചത് എന്ന് താൻ പറയുകയുണ്ടായി. ഇന്ന് രാത്രി അനേകരിലൂടെ സുവിശേഷം ആമേൻ കേൾപ്പിച്ച് അതെ ഈ ഭാഗ്യകരമായ ഈ സ്വാതന്ത്ര്യം അനുഭവിക്കത്തക്ക വിധത്തിൽ എന്നെയും നിങ്ങളെയും വിളിച്ചു വേർതിരിച്ച സ്വർഗത്തിലെ ദൈവത്തിന്റെ ആ മഹത്വകരമായ ആ ദൈവപ്രവൃത്തി അനുഭവിക്കുവാൻ അതെ സന്തോഷിക്കുവാൻ കൃപ ലഭിച്ചവർ ഇന്ന് രാത്രി ഒന്ന് ഉണർന്ന് കർത്താവിന് മഹത്വം കൊടുക്കുവാൻ തയ്യാറായില്ലേ? ഹല്ലേലൂയ. നിങ്ങളെ തന്റെ രാജ്യത്തിലേക്കും മഹത്വത്തിലേക്കും വിളിച്ച ദൈവത്തിന് യോഗ്യരാണ്. ഹല്ലേലൂയ. ആമേൻ. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 14-ാം വാക്യം ആമേൻ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആമേൻ എന്താണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ആമേൻ. എന്തിനാ എന്നെയും നിങ്ങളെയും സുവിശേഷം കേൾപ്പിച്ച് സ്വർഗത്തിലെ ദൈവം വിളിച്ചിരിക്കുന്നത്? ഹല്ലേലൂയ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നാം വായിച്ച കുറിവാക്യത്തിൽ ആമേൻ കർത്താവായ യേശു ക്രിസ്തു തന്നെ അനുഗമിച്ച തന്റെ ശിഷ്യന്മാരോടായി പറഞ്ഞത്, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഇന്ന് രാത്രി സ്വതന്ത്രരാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും അടിമത്തത്തിനകത്തായിരിക്കുന്നുവെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ അതിനകത്ത് നിന്ന് സ്വതന്ത്രരാക്കുവാൻ തക്കവണ്ണം പ്രാപ്തിയുള്ളവൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. സ്വാതന്ത്ര്യം എവിടെയാണെന്ന് അറിയുന്നത് ആമേൻ തന്നെ സ്വാതന്ത്ര്യത്തിന്റെ ഒരു തുടക്കമാണ്. ഹല്ലേലൂയ. എവിടെയാണ് സ്വാതന്ത്ര്യം? ആമേൻ. ആരിലൂടെയാണ് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്? സമാധാനം എവിടെ കിട്ടുമെന്ന് അറിയുമെങ്കിൽ അവിടെ പോയി വാങ്ങും അല്ലേ? ആമേൻ. അതെ പച്ചക്കറി മാർക്കറ്റ് എവിടെയാണെന്ന് അറിഞ്ഞാലേ പച്ചക്കറി മേടിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഫിഷ് മാർക്കറ്റ് എവിടെയാണെന്ന് അറിഞ്ഞാലേ ഫിഷ് മേടിക്കാൻ പറ്റത്തുള്ളൂ. ചിക്കൻ സ്റ്റാൾ എവിടെയാണെന്ന് അറിഞ്ഞാല് ആമേൻ അതെ ചിക്കൻ പോയി വാങ്ങിക്കാം അല്ലേ? ഹല്ലേലൂയ. ആമേൻ. ഇന്ന് കൊറോണയെ പ്രതിരോധിക്കുവാനുള്ള ആമേൻ അതെ സാധനങ്ങൾ എവിടെ കിട്ടും എന്ന് അറിയത്തില്ലെങ്കിൽ ഫ്രൂട്ട്സ് കടയിൽ പോയി ചോദിക്കും അല്ലേ? ഫ്രൂട്ട്സ് കടയിൽ പോയി ചോദിച്ചാൽ കൊറോണയെ പ്രതിരോധിക്കാനുള്ളത് കിട്ടുമോ? ഒരിക്കലും കിട്ടത്തില്ല. ആമേൻ. അതിനെ പ്രതിരോധിക്കുവാനുള്ളത് എവിടെയാണെന്ന് അറിവുള്ളവർക്ക് അവിടെ പോയി എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? വാങ്ങിക്കുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ആമേൻ സ്വാതന്ത്ര്യം എവിടെ കിട്ടും? ഹല്ലേലൂയ എന്നുള്ളത് അറിയുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ആമേൻ. ഒരുവൻ ആദ്യം സത്യം അറിയുകയും സത്യം നിന്നെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഏത് വിഷയത്തിനകത്താണ് നിന്നെ ബന്ധിച്ചിട്ടിരിക്കുന്നത്? ഏത് ശാപത്തിലാണ്? ഏത് പാപത്തിലാണ്? ഏത് രോഗത്തിലാണ്? ഏത് മന്ത്രത്തിലാണ്? ഏത് തന്ത്രത്തിലാണ്? ഏത് ആഭിചാരത്തിലാണ്? അതിനകത്ത് നിന്ന് നിന്നെ സ്വതന്ത്രനാക്കുവാൻ ശക്തനായവൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ വചനമായവൻ ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനുമായി നമ്മുടെ ഇടയിൽ അതെ പാർച്ചവൻ. ഹല്ലേലൂയ. അവന്റെ ആ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ കൃപ ലഭിച്ചവൻ എന്നോട് ചേർന്ന് ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. ആമേൻ. ഒരാൾ ആഗ്രഹിക്കുന്നിടത്തേക്ക് പോകുവാനുള്ള കഴിവാണ് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ എത്ര പേര് ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും? ഹല്ലേലൂയ. ആമേൻ. എനിക്ക് ആമേൻ ഈ വീട്ടിൽ നിന്ന് ആമേൻ എനിക്ക് ആമേൻ മറ്റൊരിടത്തേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ആമേൻ ഈ റൂമിന്റെ ഡോറ് ആമേൻ ലോക്ക് ചെയ്തിട്ട് എന്നെ ഇതിനകത്ത് പൂട്ടിയിട്ട് പോയിരിക്കുകയാണെങ്കിൽ എന്റെ ആഗ്രഹം ബാക്കി കിടക്കും. എന്റെ ആഗ്രഹം ഇവിടെ കിടക്കത്തേയുള്ളൂ. എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ അവിടെ എത്താൻ ഒക്കത്തില്ല. ഇന്ന് രാത്രി ആഗ്രഹം കടിച്ചമർത്തി നാളുകളായി ആമേൻ അതെ ഒതുങ്ങി കഴിയുന്ന ആരൊക്കെയോ ഇന്ന് രാത്രി ലൈവ് എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നിന്റെ ആഗ്രഹത്തെ സബലീകരിക്കുവാൻ ഈ രോഗം
ഒന്ന് മാറിയിട്ട്, ഈ കടക്കടി ഒന്ന് മാറിയിട്ട്, ഈ പ്രതികൂലം ഒന്ന് മാറിയിട്ട്, ഈ പ്രതിസന്ധി ഒന്ന് മാറിയിട്ട് എനിക്കൊന്ന് എൻ്റെ മക്കളുടെ അടുത്തേക്ക് പോകണം, എൻ്റെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് പോകണം, എനിക്ക് ഒരു നല്ല കാര്യം ചെയ്യണം എന്ന് ചിന്തിച്ചു തുടങ്ങിയിട്ട് നാളുകളായി. ഇന്ന് രാത്രി അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് ആമേൻ നീ ആഗ്രഹിക്കുന്ന മേഖലകളിലേക്ക് നിന്നെ എത്തിക്കുവാൻ, സ്വാതന്ത്ര്യത്തോടെ പറഞ്ഞയക്കുവാൻ ശക്തരായവരുടെ സാന്നിധ്യം ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ അനുഭവിക്കത്തക്ക വിധത്തിൽ ആമേൻ സ്വർഗ്ഗം ആമേൻ അയക്കുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കേൾക്കുന്ന വചനം വിശ്വസിക്കുവാൻ തയ്യാറാണോ? ഹല്ലേലൂയ. ആമേൻ. ഒരാൾ ആഗ്രഹിക്കുന്നിടത്തേക്ക് പോകാനുള്ള കഴിവാണെന്ന് സ്വാതന്ത്ര്യം. ആമേൻ. അടിമത്വത്തിന്റെ ആമേൻ അഭാവം. ഹല്ലേലൂയ. എന്താണ്? ഹല്ലേലൂയ. ഈ ലോകത്തിലെ ഓരോ വ്യക്തിയും ആമേൻ അടിമത്തത്തിലേക്ക് അതെ പോയിക്കൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ പോകാൻ ദൈവം എന്ത് ചെയ്യുന്നില്ല? ഇഷ്ടപ്പെടുന്നില്ല. എന്ന് പറഞ്ഞാൽ നിത്യനാശത്തിലേക്ക്, നിത്യ മരണത്തിലേക്ക് അവൻ പോയിക്കൊണ്ടിരിക്കുകയാ. കുറച്ചു മുമ്പേ ഞാൻ ഓർപ്പിച്ചില്ലേ? ആമേൻ. എന്താണ്? അന്യായം ചെയ്യുന്നവര്, അനീതി ചെയ്യുന്നവര്, മാതാപിതാക്കളെ അനുസരിക്കാത്തവര്, വാത്സല്യമില്ലാത്തവര്, ആമേൻ അതെ കള്ളം പറയുന്നവര്, വമ്പ് പറയുന്നവര്, അഹങ്കാരികള്, ആമേൻ ദുഷ്ടത ചിന്തിക്കുന്നവര്, പുതുദോഷം ചിന്തിക്കുന്നവര്, അവരെ ഉള്ളു ലോകത്ത്. അവര് ആമേൻ അതെ നിത്യനാശത്തിലേക്ക്, ആമേൻ നിത്യമരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. എന്നാൽ ദൈവം ആമേൻ ആരും അങ്ങനെ നിത്യനാശത്തിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. അവര് നിത്യജീവങ്കലേക്ക് വരുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന് ദൈവം തന്റെ പൊന്നോമന പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവൻ പറഞ്ഞു, ഞാൻ സത്യമാണ്. ഹല്ലേലൂയ. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ ആരോടെങ്കിലും ചോദിച്ചാൽ, എങ്ങനെ നിങ്ങൾക്ക് സ്വതന്ത്രനാകാൻ ആഗ്രഹമുണ്ടോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ വ്യക്തമായ ഉത്തരം എന്തായിരിക്കും? ഹല്ലേലൂയ. അതെ, എനിക്കും സ്വതന്ത്രനാകണമെന്നല്ലേ? അതുകൊണ്ടല്ലേ 38 വർഷം കുളക്കരയിൽ കിടന്ന മനുഷ്യനോട് യേശു ചോദിച്ചത്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഈ 38 വർഷം ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഈ രോഗാവസ്ഥയിൽ നിന്ന് ഒന്ന് മോചിതനാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് രാത്രി ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഈ മേഖലക്കകത്ത് നിന്ന് ഒന്ന് സ്വതന്ത്രനാകുവാൻ ആഗ്രഹിക്കുന്നവർ അല്പസമയം കൂടെ ക്ഷമയോടെ ഈ വചനം ശ്രമിക്കുമെങ്കിൽ നിശ്ചയമായും ഹല്ലേലൂയ സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഹല്ലേലൂയ. 2 തരത്തിലുള്ള അടിമത്വം, അല്ലെങ്കിൽ ആമേൻ 2 വിധത്തിലുള്ള അടിമത്വം. ആമേൻ. ആത്മീയമായും ശാരീരികമായും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആത്മീയമായി നീ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അനുഭവമാണെങ്കിൽ, ശാരീരികമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അനുഭവമാണെങ്കിൽ, അതിനകത്ത് നിന്ന് നിന്നെ പുറത്തെടുക്കുവാൻ അധികാരമുള്ളവനാണ് കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. പാപം ചെയ്ത് ദൈവ സന്നിധിയിൽ നിന്ന് ആത്മീയ മരണം സംഭവിച്ച് അതെ ദൈവത്തിൽ നന്യപ്പെട്ടു പോയ മനുഷ്യനെ ആമേൻ ആ പാപ സ്വഭാവത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് ആത്മീയ ജീവൻ നൽകി സമൃദ്ധിയായി ആത്മീയ ജീവൻ കൊടുത്ത് ജീവിപ്പിക്കുവാൻ ശക്തനായ യേശു. ഹല്ലേലൂയ. അവൻ ശാരീരികമായി ഈ ഭൂമിയിലായിരുന്നപ്പോൾ ആമേൻ അവനെ ക്രൂശിൽ തറച്ച് കൊന്ന് ആമേൻ അരിമത്യക്കാരനായ യോസേഫ് ആമേൻ അതെ വിലയ്ക്ക് വാങ്ങി കല്ലറയ്ക്കകത്ത് അടക്കം ചെയ്ത് ആമേൻ ഈ ശരീരം ആമേൻ മണ്ണോട് മണ്ണായി പോകുവാൻ തക്കവണ്ണം അനുവദിക്കാതെ അവിടെ നിന്ന് ഉയർപ്പിന്റെ പൊൻകുലരിയിൽ ഉയരത്തിലെ ശക്തി അവനെ രൂപാന്തരപ്പെടുത്തി മഹത്വത്തിലേക്ക് പ്രവേശിപ്പിച്ചതുപോലെ. ഹല്ലേലൂയ. നോക്കിക്കേ, ആമേൻ ഒരു ദൈവ പൈതലിന് ഹല്ലേലൂയ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ആമേൻ ശാരീരികമായ വിടുതൽ, ശാരീരികമായ സൗഖ്യം, ശാരീരിക സമാധാനം അനുഭവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ആമേൻ ഒരു മനുഷ്യനെ സ്വതന്ത്രനാക്കുവാൻ ശക്തനാണ് കർത്താവായ യേശു ക്രിസ്തു വന്ന് അതെ പിതാവായ ദൈവം ആമേൻ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. ആത്മീയമായ എല്ലാ മനുഷ്യരും ആദാമിക പാപത്തിലൂടെ പാപത്തിന്റെ അടിമത്വത്തിലേക്ക് കുപ്പുകുത്തി വീണു എന്ന് സത്യ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. റോമാലേഖനം 3-ാം അധ്യായം 23-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. ഹല്ലേലൂയ. എല്ലാവർക്കും നീതി ലഭ്യമാക്കുന്നതിനായി ദൈവം ആമേൻ ആമേൻ ഹല്ലേലൂയ ഈ ഭൂമിയിൽ അതേ കർത്താവായ യേശു ക്രിസ്തുവിനെ
അയക്കുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. ആമേൻ. എല്ലാവർക്കും നീതി ലഭ്യമാകുന്നതിനായി ഹല്ലേലൂയ ദൈവം ആമേൻ ഒരു അത്ഭുതകരമായി ഹല്ലേലൂയ ആമേൻ ചെലവേറിയതുമായ കാര്യങ്ങൾ ആമേൻ അത് ചെയ്തിട്ടുണ്ട്. കാരണം എല്ലാവർക്കും അത് ആവശ്യമായിരിക്കുന്നു. എന്താ ചെലവായിരിക്കുന്നത്? ആമേൻ ഈ നീതിയിലേക്ക്, ഈ സമാധാനത്തിലേക്ക്, ഈ സന്തോഷത്തിലേക്ക് ഞാനും നിങ്ങളും ആമേൻ അതെ ഒന്ന് ആമേൻ മാറുവാൻ അതെ വിലയേറിയ ഒന്ന് ഹല്ലേലൂയ അർപ്പിക്കേണ്ടതായി വന്നു. അത് തന്റെ പുത്രന്റെ രക്തമാണ്. ഹല്ലേലൂയ. ആമേൻ. ചിലർ മറ്റുള്ളവരെക്കാൾ മോശമായ പാപികളായിരിക്കാം. എന്നെക്കാട്ടിലും മോശമായ പാപികളുണ്ട്. ഹല്ലേലൂയ. അവരെക്കാട്ടിലും മോശമായ പാപിയായിരിക്കാം ഞാൻ. പക്ഷെ എല്ലാവരും എന്താണ്? പാപികളാണ്. ആരും നല്ലവരില്ല. ഹല്ലേലൂയ. എല്ലാവരും ദൈവത്തിന്റെ ആമേൻ മാനദണ്ഡ ആ നിയമത്തിൽ നിന്ന്, ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് മാറിപ്പോയവരാണ്. ഹല്ലേലൂയ. അതിനാൽ ആരും നല്ലവരല്ല. എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നുവെന്ന് സത്യവേദ പുസ്തകം നമ്മെ എന്ത് ചെയ്യുന്നു? പഠിപ്പിക്കുന്നു. ആകയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിൽ കീഴിലാകുന്നു എന്ന് നാം മുമ്പ് വായിച്ചല്ലോ, മുമ്പ് കേട്ടല്ലോ. ഹല്ലേലൂയ. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഹല്ലേലൂയ. ആമേൻ. ഒരാൾ ഒരു കുഴിയിലായിരിക്കാം, മറ്റൊരാൾ ആമേൻ കുന്നിൻ മുകളിലായിരിക്കാം. പക്ഷേ ഇരുവർക്കും ഹല്ലേലൂയ ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളെ എന്ത് ചെയ്യാൻ പറ്റില്ല? സ്പർശിക്കുവാൻ കഴിയുകയില്ല, തൊടുവാൻ കഴിയുകയില്ല. നക്ഷത്രം രണ്ടുപേരും കാണുന്നുണ്ട്. കുഴിയിൽ കിടക്കുന്നവനും നക്ഷത്രം കാണുന്നുണ്ട്, കുന്നിന്റെ മുകളിൽ നിൽക്കുന്നവനും എന്ത് ചെയ്യുന്നുണ്ട്? നക്ഷത്രം കാണുന്നുണ്ട്. ഹല്ലേലൂയ. നോക്കിക്കേ, രണ്ടുപേരും സെയിമാണ്. അപ്പൊ ചെറിയ പാപം ചെയ്യുന്നവനും വലിയ പാപം ചെയ്യുന്നവനും ഈക്വലാ, പാപികളാണ്. ഹല്ലേലൂയ. പാപത്തിന് വ്യത്യാസമില്ല. പാപം എല്ലാം ഒന്ന് തന്നെയാണ്. അത് ചെറുതായാലും വലുതായാലും അവൻ പാപി തന്നെയാണ്. പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന് ഹല്ലേലൂയ ആമേൻ അങ്ങനെ എല്ലാവരും പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന് അതെ മോചിക്കപ്പെടേണ്ടതുണ്ട്. ആമേൻ. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് പിതാവായ ദൈവം അയക്കുവാൻ തക്കവണ്ണമിടയായി തീർന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ചെറിയ പാപിയെന്നോ വലിയ പാപിയെന്നോ ഇല്ല. ആമേൻ. എല്ലാവരും പാപം ചെയ്തിരിക്കുകയാ. എല്ലാവരും ദൈവ തേജസ് ഇല്ലാത്തവരായി മാറിയിരിക്കുകയാ. അതുകൊണ്ട് ഈ പാപികളായിരിക്കുന്നവരെ രക്ഷിപ്പാൻ പിതാവായിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കർത്താവായ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയക്കുവാൻ തക്കവണ്ണമിടയായി തീർന്നു. പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കുവാനാണ് ആമേൻ ആ കർത്താവായ യേശുക്രിസ്തു ആമേൻ ക്രൂശിൽ യാഗമായി തീർന്നത്. ഹല്ലേലൂയ. അതിനാൽ യേശുക്രിസ്തുവിനെ ആമേൻ അതെ ഓരോ വ്യക്തി ജീവിതവും ആമേൻ തങ്ങളുടെ കർത്താവും ആമേൻ വ്യക്തിഗത രക്ഷകനുമായി അംഗീകരിക്കുന്നതിലൂടെ ആമേൻ ഒരാൾ പാപത്തിൽ നിന്ന് നിത്യനാശത്തിൽ നിന്ന് ആമേൻ അത് മുക്തനാകുകയും ആമേൻ നിത്യനാശത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുമെന്ന് സത്യവേദ പുസ്തകം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഈ സത്യം അറിയുന്നവരാണ് സ്വതന്ത്രരാകുന്നത്. ഇന്ന് രാത്രി പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന് മുക്തി പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ സത്യം നിഷേധിക്കാതെ അത് വിശ്വസിക്കുവാൻ തയ്യാറാകൂ. ഇന്ന് രാത്രി നീ സ്വതന്ത്രനാകുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. ആമേൻ. രക്ഷയുടെ ദാനം ആമേൻ ഞാനും നിങ്ങൾ പ്രയോജനപ്പെടുത്തുമ്പോൾ അത് ദൈവവചനത്തിന്റെ സത്യത്തിലൂടെ നടക്കുന്നതിലൂടെ ആമേൻ പാപത്തെ മറികടക്കാൻ പരിശുദ്ധാത്മാവിനാൽ അതെ എനിക്കും നിങ്ങൾക്കും അധികാരം ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. അതെ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഞാനും നിങ്ങൾ നിറയപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. ഹല്ലേലൂയ. അതെ പാപത്താൽ വിഷമിക്കുകയും ഉപദ്രവിക്കപ്പെടുകയും ചെയ്യുന്ന വിശ്വാസികൾക്ക് ആമേൻ അതെ സാധ്യമായ
ഏറ്റവും മാധുര്യമുള്ള സത്യമാണ് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ നിയമം പാലിക്കുന്നതിന്, ഹല്ലേലൂയ, ആമേൻ, അതെ, ആ ദൈവിക പ്രമാണങ്ങൾ അനുസരിക്കുന്നതിലൂടെ, ഹല്ലേലൂയ, ആമേൻ, അതിൻ പ്രകാരം ജീവിക്കുവാൻ അതെ ശ്രമിക്കുന്നതിലൂടെ, ഹല്ലേലൂയ, നാം പാപത്തെ മറികടക്കുമെന്ന് ആരും എന്ത് ചെയ്യരുത്, തെറ്റിദ്ധരിക്കരുത്. ആമേൻ. ബൈബിൾ വായിച്ചതുകൊണ്ട്, ആമേൻ, അതെ, പ്രാർത്ഥിച്ചതുകൊണ്ട്, ആമേൻ, അതെ, ദശാംശവും സ്വോത്രകാഴ്ചയും കൊടുത്തത് കൊണ്ട്, ആമേൻ, ഈ പാപാകുലമാകുന്ന ലോകത്ത് പാപത്തെ മറികടന്ന് ജീവിക്കുവാൻ കഴിയുമെന്ന് ആരും എന്ത് ചെയ്യരുത്, തെറ്റിദ്ധരിക്കരുത്. ഹല്ലേലൂയ. പാപത്തിന്റെ സ്വേച്ഛാധിപത്യത്തെ തള്ളിക്കളയുവാൻ ദൈവകൃപയിൽ അതെ ശരണപ്പെടുന്ന ഒരു ദൈവ പൈതലിന് മാത്രമേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അതെ, നോഹയുടെ ജീവിതം മുതൽ, ആമേൻ, കൃപ ലഭിച്ച ഓരോ ഭക്തന്മാരുടെ ജീവിതം എടുത്തു നോക്കിക്കേ. ആമേൻ. അതെ, കൃപയുള്ളവനെ വീഴ്ത്തിക്കളയുവാൻ, ദൈവിക വിളിയുള്ളവനെ വീഴ്ത്തിക്കളയുവാൻ, കാഴ്ചപ്പാടുള്ളവനെ വീഴ്ത്തിക്കളയുവാൻ, ദർശനമുള്ളവനെ വീഴ്ത്തിക്കളയുവാൻ, അന്നും ഇന്നും ഒരുപോലെ പിന്തുടരുന്ന പാപത്തിന്റെ പരിണത ഫലം മരണം, അല്ലേ, നാശം. ആമേൻ. അതെ, സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്ന, ആമേൻ, ആ അടിമത്വം. ഹല്ലേലൂയ. അതെ, ആരെയും വിഴുങ്ങേണ്ടെന്ന് അലറിക്കൊണ്ട് നടക്കുന്ന സിംഹം പോലെ, അതെ, ഇയ്യോബിനെ, അതെ, പത്രോസിനെ ഒക്കെ, ആമേൻ, പറ്റിക്കളയുവാൻ, അതെ, ദൈവത്തോട് ആലോചന ചോദിച്ചു ചെന്ന ദുഷ്ടപിശാച് ഇന്ന് രാത്രിയിലും കൃപയുള്ള നിന്നെ, അഭിഷേകമുള്ള നിന്നെ, ആമേൻ, കത്തി ജ്വലിക്കുന്ന നിന്നെ തകർക്കുവാൻ, പാപത്തിൽ അതെ വശീകരിച്ച് നിന്നെ തള്ളിയിടുവാൻ അതെ പിന്തുടരുന്ന പ്രതിയോഗിയായ പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരി ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും എന്ത് ചെയ്യണം, ശക്തിപ്പെടണം. അതുകൊണ്ട് ബൈബിൾ വായിച്ചത് കൊണ്ടോ, അതെ, പ്രസംഗിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ പഠിപ്പിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ, ആമേൻ, സ്തോത്രകാഴ്ചയും ദശാംശവും മനഃപൂർവ്വ ദാനങ്ങളും കൊടുത്തത് കൊണ്ടോ പാപത്തിൽ നിന്ന്, ആമേൻ, അതെ, രക്ഷപ്പെട്ട ഒരു വ്യക്തിക്ക് ഈ പാപാകുലമാകുന്ന ലോകത്ത്, ഹല്ലേലൂയ, ആമേൻ, അതെ, ആ പാപത്തെ മറികടക്കാമെന്ന് എന്ത് ചെയ്യരുത്. പാപം എപ്പോഴും വാതിൽക്ക നിൽക്കുകയാണ്. അതിന് ആഗ്രഹം നിന്നോടാ. അതുകൊണ്ടാണ്, അതെ, നിന്റെ മുഖം എന്താ വാടിയിരിക്കുന്നത്? ഹല്ലേലൂയ, ആമേൻ. അതെ, ഹാബേലിനെ കൊന്നുകളഞ്ഞ അതെ കായീനോട് അതെ ദൈവം ചോദിക്കുകയാ, നിന്റെ മുഖം എന്താ വാടിയിരിക്കുന്നേ? ഇന്ന് പലരുടെ മുഖം എന്ത് ചെയ്യാ, വാടിയിരിക്കുകയാ. ഹല്ലേലൂയ, ആമേൻ. അതെ, നിയമത്തിന്റെ കീഴിലല്ല, ആമേൻ, പിന്നെയോ ആത്മാവിന്റെ സാന്നിധ്യത്തിന്റെ നിറവിൽ. ഹല്ലേലൂയ. സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ല ഞാൻ സംസാരിക്കുന്നു. മനുഷ്യൻ ജീവനോടിരിക്കും കാലത്തൊക്കെ ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആമേൻ. ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾ ഭർത്തൃ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവനായി. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷന് ആയ വ്യഭിചാരിണി എന്ന് പേര് വരും. ഭർത്താവ് മരിച്ചുവെങ്കിലോ അവൾ വേറെ പുരുഷനായ വ്യഭിചാരിണി എന്ന് വരാതെ വണ്ണം ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രയാകുക. ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സമ്മതമായി മരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. തീർച്ചയായും, ആമേൻ, അതെ, മൃദുവും, ആമേൻ, ശക്തനുമായ, ആമേൻ, അതെ, ഒരു യജമാനൻ, ഹല്ലേലൂയ, നമുക്കുണ്ട് എന്ന് തിരിച്ചറിയുന്നവർ ആ കരമടിച്ചൊക്കെ കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ, ആമേൻ. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നീതിയായി നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. നോക്കിക്കേ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നിമിത്തം, ഹല്ലേലൂയ, നമുക്കൊരു സ്വാതന്ത്ര്യം, നമുക്കൊരു സ്വസ്ഥത, നമുക്കൊരു സമാധാനം, ആമേൻ, പിതാവായ ദൈവം നൽകുകയാണ്. ഹല്ലേലൂയ, ആമേൻ. അടിച്ചമർത്തൽ, അല്ലെ, സ്വാതന്ത്ര്യത്തിന് ഓപ്പോസിറ്റാ അടിച്ചമർത്തൽ. മിക്ക വീട്ടിലും അടിച്ചമർത്തുന്നു, അല്ലേ? നേതാക്കന്മാർ അടിച്ചമർത്തുകയാണ്.
ഇസ്രയേല് മിസ്രൈമിലായിരുന്നപ്പോ ഫറവോൻ അവരെ എന്ത് ചെയ്തു? അടിച്ചമർത്തി. ഇന്ന് രാത്രി അടിച്ചമർത്തുന്ന അനുഭവം പേറിക്കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? മദ്യപാനം. ശരിയായ സുബോധമുള്ള മനുഷ്യൻ മദ്യം രുചിക്കുവാൻ അത് തയ്യാറാകുമ്പോ അതിന്റെ ആ ദുശീലങ്ങൾക്ക് അഡിക്റ്റായ അവൻ ആരായി? മദ്യപാനത്തിന് അടിമയായി. ഹല്ലേലൂയ. മയക്കുമരുന്ന്. നമുക്കറിയാം, ഇന്ന് കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ, പല കൊലപാതകങ്ങളുടെയും പുറകിൽ മദ്യപാനവും മയക്കുമരുന്നുമാണ് അവരെ കൊണ്ടത് ചെയ്യിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. ഹല്ലേലൂയ. പിന്നെ നിരാശ. അത് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയല്ലേ നിരാശ? ഇന്ന് രാത്രി മദ്യപാനത്തിനോ നിരാശയ്ക്കോ അടിച്ചമർത്തൽപ്പെടലിനോ അടിമയാണോ താങ്കൾ? അങ്ങനെയുള്ള വ്യക്തികൾ നിമിത്തം സ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കുടുംബത്തിൽ അംഗമാണോ താങ്കൾ? ഹല്ലേലൂയ. രോഗങ്ങൾ, ഏതെങ്കിലും രോഗം പേറിക്കഴിയുന്ന അവസ്ഥയിലാണോ? ആമേൻ. മുതലായവയുടെ ശാരീരിക അടിമത്വത്തെ അതിജീവിക്കുവാനും ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ആമേൻ ജീവിക്കുവാൻ അത് ഇടയായിത്തീരുന്ന ഒരു ദൈവ പൈതലിന് ആമേൻ പരിശുദ്ധാത്മാവ് അവനെ ശക്തീകരിപ്പാൻ ഹല്ലേലൂയ ഇടയായിത്തീരും. ആമേൻ. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിനെ വിളിച്ചുകൊണ്ട് ഹല്ലേലൂയ ഞാനും നിങ്ങളും ആമേൻ ഹല്ലേലൂയ സ്വയം കണ്ടെത്തുന്ന ഏതൊരു അടിമത്തത്തിൽ നിന്നും ആമേൻ സ്വതന്ത്രനാകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. മദ്യപാനിയാണോ? നിരാശയാണോ? ഇന്നലകളിൽ ആമേൻ കൂടെ നിന്നവർ, ഇന്നലകളിൽ ആമേൻ അതെ മുമ്പോട്ട് കൈപിടിച്ച് നടത്തിക്കൊള്ളാമെന്ന് പറഞ്ഞവർ, ഹല്ലേലൂയ അതെ ജീവിതകാലം മുഴുവൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞവർ, ഹല്ലേലൂയ അതെ കൈവിട്ടുപോയ നിരാശ കയറി കഴിയുന്ന ഒരു അനുഭവമാണോ നിനക്കുള്ളത്? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അതെ നിന്നെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ കാക്കുവാൻ കഴിയുന്നവൻ, പൂർണ്ണ സമാധാനം കൊണ്ട് നിറയ്ക്കുവാൻ കഴിയുന്നവൻ അതെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതെങ്കിലും തരത്തിലുള്ള സ്വാതന്ത്ര്യം നേടുന്നതിന് ഹല്ലേലൂയ നിങ്ങളും അതെ ലോകത്തിലുള്ള സകല മനുഷ്യരും അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യമാണ് ഇന്ന് രാത്രി ഈ ലൈവിലൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ വാക്കുകൾ വിശ്വാസത്തോട് പറഞ്ഞ് അവനെ വിളിക്കുവാൻ അതെ ആര് തയ്യാറാകും? കർത്താവായ യേശു ക്രിസ്തുവിനെ ആമേൻ ഇന്ന് രാത്രി ഹൃദയം കൊണ്ട് വിശ്വസിക്കുവാനും വായി കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുവാനും ആര് തയ്യാറാകും? ഹല്ലേലൂയ. ഞാൻ നിന്നിൽ വിശ്വസിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ ഈ അടിമത്തത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എന്ന് ഹല്ലേലൂയ ഇന്ന് രാത്രി ആര് തീരുമാനമെടുക്കും? ആര് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും? ഹല്ലേലൂയ. ആമേൻ ആമേൻ. കർത്താവിനെ ആ അടിമത്തത്തിൽ കിടക്കുന്ന മനുഷ്യൻ സ്വതന്ത്രനായിട്ട് ഹല്ലേലൂയ മഹത്വം കൊടുക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ഹല്ലേലൂയ തന്റെ ആത്മാവിനെ അയച്ച് സ്വതന്ത്രനാക്കുന്ന ദൈവം ഇന്ന് രാത്രി ലൈവിൽ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഈ അടിമത്തത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും? ഈ പ്രതികൂലത്തിൽ നിന്ന്, ഈ പ്രതിസന്ധിക്കകത്ത് നിന്ന്, ഈ കണ്ണുനീരിൽ നിന്ന്, ഹല്ലേലൂയ ഈ തകർച്ചയിൽ നിന്ന്, ആമേൻ ഈ കടക്കെണിക്കകത്ത് നിന്ന് ആമേൻ എന്നെ ആര് വിടുവിക്കും? ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്നെ വിടുവിക്കുവാൻ ശക്തനായവൻ. ഇസ്രായേൽ ജനത്തിന്റെ കഷ്ടത കണ്ട് അവരുടെ സങ്കടങ്ങൾ അറിഞ്ഞ് അവരുടെ നിലവിളി കേട്ട് മോശയിലൂടെ ഇറങ്ങി വന്ന സ്വർഗത്തിലെ ദൈവം അതേ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാൻ തക്കവണ്ണം ഇടയായി. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ആമേൻ. ഇന്ന് രാത്രി ഈ സത്യം അറിഞ്ഞ് ഈ സത്യം വിശ്വസിക്കുന്നവർ യേശുവിൻ നാമത്തിൽ സ്വതന്ത്രരാകുകയാണ്. അവർ സമാധാനം പ്രാപിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ കണ്ണുകൾ അടച്ചാട്ട് ഹല്ലേലൂയ ആമേൻ അതേ വ്യക്തമായി ഹല്ലേലൂയ ഒരു സ്വസ്ഥത അനുഭവിക്കുവാൻ, ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ എന്റെ ജീവിതത്തിലെ എല്ലാ ദിവസവും ഹല്ലേലൂയ സന്തോഷം നിറഞ്ഞതായിരിക്കും. കർത്താവേ, എനിക്ക് സ്വാതന്ത്ര്യം വേണം, എനിക്ക് സമാധാനം വേണം, എനിക്ക് സൗഖ്യം വേണം. ഹല്ലേലൂയ. ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ ഉയർത്തപ്പെട്ട ഏകനാമം, നൽകപ്പെട്ട ഏകനാമം യേശു എന്ന നാമം. ആ യേശു പറഞ്ഞു, ഞാൻ വഴിയാണ്, ഞാൻ സത്യമാണ്, ഞാൻ ജീവനാണ്. ഹല്ലേലൂയ. എവിടേക്കുള്ള വഴിയാണ്? അത് മാനവരാശിയെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ച സിട്ടാവാം ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്ന ഏക വഴിയാണ് കർത്താവായ
കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തു ഒരു മതത്തിന്റെ സ്ഥാപകനല്ല. ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ ആയിരിക്കുന്നവർക്ക് വേണ്ടി മാത്രം ജനിച്ചവനല്ല. മുഴുവൻ മാനവരാശിയുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഹല്ലേലൂയ ഈ ഭൂമിയിൽ ജനിച്ച യേശു ക്രിസ്തുവിലൂടെ ഹല്ലേലൂയ നിത്യമായ സമാധാനം, നിത്യമായ സ്വാതന്ത്ര്യം, നിത്യമായ സൗഖ്യം, നിത്യമായ വിടുതൽ അനുഭവിക്കുവാൻ ഹല്ലേലൂയ ഇന്ന് രാത്രി ശ്രോതാവേ താങ്കൾക്കും അവസരമുണ്ട്. നാളിതുവരെ ആമേൻ ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ ഇറങ്ങി തിരിച്ചിട്ട് ആ സ്വസ്ഥത, ആ സൗഖ്യം, ആ വിടുതൽ, ആ സമാധാനം അനുഭവിക്കുവാൻ കഴിയാത്ത ആമേൻ ഒരു വ്യക്തിയായി തുടരുകയാണെങ്കിൽ ഇന്ന് രാത്രി ആമേൻ ഞാൻ ഓർപ്പിച്ചതുപോലെ ആമേൻ പാപം ചെയ്യാത്ത ആരുമില്ല, എല്ലാവരും പാപം ചെയ്തു. ആമേൻ എന്നാൽ ആമേൻ ഇന്ന് രാത്രി ഒന്നുണർന്ന് മനം തിരിയുവാൻ തയ്യാറായി ആമേൻ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ ആമേൻ ഇന്ന് രാത്രി ഒന്ന് അനുഭവിക്കുവാൻ തയ്യാറായാൽ നിശ്ചയമായും ആമേൻ നിന്നോട് കരുണ കാണിച്ച് നിന്നോട് ക്ഷമിച്ച് ഹല്ലേലൂയ നിന്റെ മുറിവുകളെ കെട്ടി ഹല്ലേലൂയ നിന്നെ സൗഖ്യമാക്കുവാൻ നിനക്ക് സമാധാനം നൽകുവാൻ ശക്തനായ കർത്താവ് കേൾപ്പിച്ച വചനത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം. കർത്താവെ, സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയാതെ കണ്ണുനീരിലും ദുഃഖത്തിലും നിരാശയിലും രോഗങ്ങളിലും കടക്കണിയിലും അകപ്പെട്ട് ആമേൻ ആയിരിക്കുന്നവർ ഇന്ന് രാത്രി ഈ വചനം ശ്രമിച്ചിരിക്കുന്നുവെങ്കിൽ കർത്താവെ ഒന്ന് ഉണർന്ന് മനം തിരിഞ്ഞ് പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ജീവിക്കുവാൻ തയ്യാറാകുന്ന വ്യക്തി ജീവിതങ്ങളുടെ മേൽ ഇന്ന് രാത്രി ആമേൻ അങ്ങ് സമാധാനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി അങ്ങ് നൽകിയ ആത്മനിയോഗം ഉപയോഗിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവിലൂടെയുള്ള സമാധാനം, യേശുവിലൂടെയുള്ള സന്തോഷം, യേശുവിലൂടെയുള്ള സ്വസ്ഥത പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. അതിന് കഴിയാതെ കണ്ട് തടസ്സങ്ങളായി നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകുവാൻ ഇടയാകട്ടെ. ഇന്ന് രാത്രി സ്വസ്ഥത പ്രാപിക്കട്ടെ, സമാധാനം പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ജീവിതത്തിലെ എല്ലാ ദിവസവും ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളായി ഹല്ലേലൂയ ഓരോ ദിവസവും ആമേൻ നോഹ ആമേൻ ആ പെട്ടകത്തിൽ നിന്ന് ആമേൻ സുരക്ഷിതനായി വെളിയിൽ വന്നപ്പോൾ യാഗപീഠം പണിത് ദൈവത്തിന് ആമേൻ സൗരഭ്യവാസനയായി യാഗം അർപ്പിച്ചതുപോലെ ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ സേവിക്കുവാനും കർത്താവേ അവിടുത്തെ വാഗ്ദത്തങ്ങൾ ആമേൻ പ്രാപിക്കുവാൻ, ആ വാഗ്ദത്തങ്ങൾ നേടിയെടുക്കുവാൻ, അങ്ങയുടെ നിയമങ്ങളെ പാലിച്ചുകൊണ്ട് അങ്ങയെ മാനിച്ചുകൊണ്ട് ജീവിക്കുവാൻ എല്ലാവരെയും അങ്ങ് സഹായിക്കണമേ എന്ന് അവിടുത്തോടെ പ്രാർത്ഥന നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായി പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ആമേൻ. നിങ്ങളുടെ കൂടപ്പുറപ്പിന്, നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ആമേൻ. ഒരു പാപി മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത് സ്വർഗം സന്തോഷിക്കുക തക്കവണ്ണം ഇടയാക്കി. ആമേൻ. ഒരു പാപി ഭൂലോകത്തെക്കാൾ വിലയുള്ളത്, ഒരാത്മാവ് ഭൂലോകത്തെക്കാൾ വിലയുള്ളതാണ്. ആമേൻ. അതുകൊണ്ട് ആമേൻ കർത്താവിന്റെ വരവിന് മുമ്പ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നമുക്ക് ഒരുമനപ്പെട്ട് ആമേൻ ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. യൂട്യൂബിൽ ഈ മെസ്സേജ് അവൈലബിൾ ആണ്. ആമേൻ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന് സെർച്ച് ചെയ്യുക. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ അമർത്താത്തവർ ബെൽബട്ടൺ അമർത്തുക. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഇന്ന് സ്മാർട്ട് ഫോൺ കയ്യിലില്ലെങ്കിൽ അവർക്ക് പഠിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുക. അവരുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ ഓൺ ചെയ്യുമ്പോൾ അശ്ലീലത നിറഞ്ഞതായ വീഡിയോ ക്ലിപ്പുകൾ അനേക സൈറ്റിലൂടെ അവരറിയാതെ ആമേൻ നെറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആമേൻ വീഡിയോ സോങ്ങായി, മെസ്സേജായി, കഥകളായി, ആക്ഷൻ സോങ്ങുകളായി ആമേൻ നിരവധി ദൈവദാസന്മാർ, ദൈവം കൊടുത്ത് കൃപയ്ക്കൊത്തവണ്ണം സഹോദരി സഹോദരന്മാർ ആമേൻ യൂട്യൂബിനകത്ത് അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആമേൻ. ദൈവം തന്ന കൃപയ്ക്കൊത്തവണ്ണം ഞങ്ങളും ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അത് നമ്മുടെ തലമുറയ്ക്ക് അനുഗ്രഹമാകും. ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ സന്തോഷമാണ് എങ്കിൽ ഇത് വാട്സാപ്പ് നമ്പറാണ് 9744703489 എന്ന നമ്പറിൽ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.
ഈ ശുശ്രൂഷയെ നിങ്ങൾക്ക് സഹായിപ്പാൻ, ഈ മിനിസ്ട്രിയെ നിങ്ങൾക്ക് സഹായിപ്പാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ് ദൈവം അനുവദിച്ചാൽ നാളെ വൈകിട്ട് 9 മണിക്ക് ലൈവിൽ ശുശ്രൂഷയുമായി കടന്നു വരും. ഗോഡ് ബ്ലെസ് യു. ശുഭരാത്രി.